സൗരയൂഥത്തിന്റെ സവിശേഷതകളെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത്. സൗരയൂഥവും അതിലെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുമാണ് മെയിനായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സൗരയൂഥത്തെ പറ്റി പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ്? സൂര്യനും അതിന്റെ ഗുരുത്വാകർഷണത്താൽ അതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റു ജ്യോതിർ വസ്തുക്കളും ചേർന്ന സമൂഹത്തിനെയാണ് നമ്മൾ സൗരയൂഥം എന്ന് പറയുന്നത്. സൂര്യൻ മാത്രമല്ല അതിലുള്ളത്. സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളുണ്ട്. എത്ര ഗ്രഹങ്ങളാണ്? 8 ഗ്രഹങ്ങളുണ്ട്. ആ ഗ്രഹങ്ങളുടെ കുറെ ഉപഗ്രഹങ്ങളുണ്ട്, കുറെ കുള്ളൻ ഗ്രഹങ്ങളുണ്ട്. ഇതിനു പുറമെ ഉൽക്കകളും വാൽ നക്ഷത്രങ്ങളും ഗ്രഹാന്തരീയ പടലങ്ങളും ഒക്കെ ഈ സൗരയൂഥത്തിലുണ്ട്. സൗരയൂഥത്തെ പറ്റി പറയുകയാണെങ്കിൽ സൗരയൂഥം കണ്ടെത്തിയത് നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സൗരയൂഥം കണ്ടെത്തിയത് നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. ആധുനിക ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് നിക്കോളാസ് കോപ്പർനിക്കസ്. സൗരയൂഥത്തിലെ ഏറ്റവും പ്രധാനി ആരെയാണ്? സൂര്യൻ തന്നെയാണ് അല്ലെ. സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം. പിന്നെന്തൊക്കെയാണ്? സൂര്യൻ ഒരു മുഖ്യധാരാ നക്ഷത്രമാണ്. സൗരയൂഥത്തിലെ 99.86% ദ്രവ്യവും സൂര്യനിലാണ് അടങ്ങിയത്. സൗരയൂഥത്തിലെ ഒരേ ഒരു നക്ഷത്രം സൂര്യനാണ്. നക്ഷത്രങ്ങൾ കുറെ ഉണ്ട് അല്ലെ, പക്ഷെ സൗരയൂഥത്തിലെ സോളാർ സിസ്റ്റത്തിലെ ഒരേ ഒരു നക്ഷത്രം സൂര്യനാണ്. ബാക്കിയുള്ള നക്ഷത്രങ്ങളെല്ലാം എവിടെ പെടുന്നതല്ല? സൗരയൂഥത്തിൽ ഉൾപ്പെടുന്നതല്ല. ഇതൊക്കെയാണ് സൗരയൂഥത്തിന്റെ അല്ലെങ്കിൽ സൂര്യന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം എന്ന് പറഞ്ഞാൽ ആരാണ്? അതും സൂര്യനാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രമാണ് സൂര്യൻ. ഭൂമിയിൽ നിന്ന് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരം എത്രയാണ്? അളക്കുന്ന യൂണിറ്റ് ആണ് AU, ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അല്ലേ. അത് 15 കോടി കിലോമീറ്റർ ആണ്. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരമാണ് എത്ര? 15 കോടി കിലോമീറ്റർ. ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം സൂര്യനാണെങ്കിൽ അത് തമ്മിലുള്ള ദൂരം എത്രയാണ്? 15 കോടി കിലോമീറ്റർ ആണ്. അതേപോലെ തന്നെ സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം ഏതാണ്? സൂര്യൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രമാണ് പ്രോക്സിമ സെന്റോറി, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ആൽഫ സെന്റോറി C എന്നും നമ്മൾ പറയും. അപ്പൊ ആദ്യം ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം സൂര്യനാണെങ്കിൽ രണ്ടാമത് ഭൂമിയോട് ഏറ്റവും, അല്ലെങ്കിൽ സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രമാണ് പ്രോക്സിമ സെന്റോറി അല്ലെങ്കിൽ ആൽഫ സെന്റോറി C എന്ന് നമ്മൾ പറയും. അതേപോലെ തന്നെ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആകാശഗോളം ഏതാണ്? ഏതെങ്കിലും ഒരു നക്ഷത്രം അല്ല പറയുന്നത്. അതെ, ചന്ദ്രനാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആകാശഗോളം ചന്ദ്രനാണ്. സൂര്യനപ്പം എന്താണ്? സൂര്യൻ ഒരു നക്ഷത്രമാണ് അല്ലെ. നക്ഷത്രം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ സൂര്യൻ എന്ന് പറയണം. ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആകാശഗോളം ചോദിച്ചാൽ ചന്ദ്രൻ എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ സൂര്യനിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. സൗരപിണ്ഡത്തിന്റെ 3/4 ഭാഗവും ഹൈഡ്രജൻ ആണ്. ഏകദേശം 71% വരും. ബാക്കിയുള്ളതിൽ ഭൂരിഭാഗവും ആരാണ്? ഹീലിയവുമാണ്. പിന്നെ 2% താഴെ മാത്രമാണ് ആരുള്ളത്? ഇരുമ്പ്, ഓക്സിജൻ, കാർബൺ, നിയോൺ എന്നിവ അടക്കമുള്ള മറ്റു മൂലകങ്ങൾ വരുന്നത്. അപ്പൊ ആരൊക്കെയാണ് സൂര്യനുള്ളത്? ഹൈഡ്രജനും ഹീലിയവുമാണ് ഭൂരിഭാഗം. അതിൽ 71% ഹൈഡ്രജനും 26.5% ഹീലിയമാണ് നമുക്ക് പറയാം. 3/4 ഭാഗം ഹൈഡ്രജൻ ആണ്. ബാക്കിയുള്ള ഭൂരിഭാഗം ആരാണ്? ഹീലിയമാണ്. 2% താഴെയാണ് ഇരുമ്പ്, ഓക്സിജൻ, കാർബൺ, നിയോൺ എന്നിവ വരുന്നത്. പിന്നെന്താണ്? സൂര്യനെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ എന്താണ് പറയുക? സൂര്യനെ കുറിച്ചുള്ള പഠനത്തെ ഹീലിയോളജി എന്ന് നമ്മൾ പറയുന്നു. സൂര്യനെ കുറിച്ചുള്ള പഠനമാണ്
ഹീലിയോളജി. അതുപോലെ തന്നെ പകൽ സമയം കാണാൻ കഴിയുന്ന നക്ഷത്രമാണ് സൂര്യൻ, അല്ലെ? പകൽ സമയത്ത് കാണാൻ പറ്റുന്ന ഒരു നക്ഷത്രം ഏതാണ്? സൂര്യനാണ്. സൂര്യനിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരെന്താണ്? അണുസംയോജന പ്രക്രിയയാണ്. സൂര്യനിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്, അല്ലെ? അതിനെ പറയുന്നതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ, അല്ലെങ്കിൽ അണുസംയോജന പ്രക്രിയയിലൂടെയാണ് സൂര്യനിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. പിന്നെന്താണ്? സൂര്യപ്രകാശം നമ്മുടെ ഭൂമിയിലേക്ക് എത്തണം, അല്ലെ? സൂര്യപ്രകാശം ഭൂമിയിലേക്ക് പതിക്കാൻ വേണ്ട സമയമാണെന്ത്? 8 മിനിറ്റും 20 സെക്കൻഡും. 8 മിനിറ്റും 20 സെക്കൻഡുമാണ് സൂര്യപ്രകാശം ഭൂമിയിൽ പതിക്കാൻ വേണ്ട സമയം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? 500 സെക്കൻഡ് എന്നും പറയാം. രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കുറച്ച് ബോറിംഗ് ആയിട്ടുള്ള ഭാഗമാണെങ്കിൽ കൂടി ഈ ഭാഗത്ത് നന്നായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചിരിക്കാം. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് സൂര്യപ്രകാശം പതിക്കാൻ വേണ്ട സമയം 500 സെക്കൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ 8 മിനിറ്റും 20 സെക്കൻഡ് എന്ന് നമുക്ക് പറയാം. പിന്നെ നമുക്ക് സൂര്യന്റെ ഭാരം പറയാനുണ്ടല്ലോ. സൂര്യന്റെ ഭാരം എത്രയാണ്? 2 × 10⁻30 കിലോഗ്രാം ആണ് സൂര്യന്റെ ഭാരം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സൂര്യനിൽ പദാർത്ഥങ്ങൾ കാണുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ ദ്രവ്യത്തിന്റെ അവസ്ഥ എന്താണ് സൂര്യനിൽ? പ്ലാസ്മാവസ്ഥയിലാണ്, അല്ലെ? എന്താണ് പ്ലാസ്മാവസ്ഥ എന്ന് പറയുന്നത്? കത്തുന്ന തീനാളമായ അവസ്ഥയാണ്. ഇത്രയും ചൂടാണല്ലേ അവിടെ. അപ്പൊ കത്തുന്ന തീനാളമായ അവസ്ഥയാണ് പ്ലാസ്മ. ആ അവസ്ഥയിലാണ് സൂര്യനിൽ പദാർത്ഥങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ ദ്രവ്യത്തിന്റെ അവസ്ഥ. സൂര്യനിൽ ദ്രവ്യത്തിന്റെ അവസ്ഥ പ്ലാസ്മ അവസ്ഥയാണെന്ന് പറയാം. അപ്പൊ എന്തൊക്കെ പഠിച്ചു നമ്മള്? സൂര്യനെ കുറിച്ചുള്ള പഠനം ഹീലിയോളജിയാണ് നമ്മൾ പഠിച്ചു. പകൽ സമയം കാണാൻ കഴിയുന്ന നക്ഷത്രമാണ് സൂര്യൻ എന്ന് പഠിച്ചു. പിന്നെന്തൊക്കെ പഠിച്ചു? ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം സൂര്യനാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആകാശഗോളം ചന്ദ്രനാണ്. സൂര്യൻ ഒരു മുഖ്യധാരാ നക്ഷത്രമാണ്. സൗരയൂഥത്തിന്റെ കേന്ദ്രമാണ്. സൗരയൂഥത്തിൽ ഒരേ ഒരു നക്ഷത്രം സൂര്യനാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം സൂര്യനാണ്. ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം 15 കോടി കിലോമീറ്റർ ആണ്. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രമാണ് പ്രോക്സിമ സെന്ററി. ഇതൊക്കെ നമ്മൾ പഠിച്ചു, അല്ലെ? സൗരപിണ്ഡത്തിന്റെ 3/4 ഭാഗവും ഹൈഡ്രജൻ ആണ്. അത് 71% ഹൈഡ്രജൻ ആണ്. ബാക്കിയുള്ളതിൽ ഭൂരിഭാഗവും ഹീലിയമാണ്. സൂര്യനിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രക്രിയയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ്? അണുസംയോജന പ്രക്രിയ എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മൾ സൗരയൂഥത്തിൽ കണ്ടത്. ഇനി ഇതിനെ പറ്റിയിട്ട് എന്തിനെ പറ്റി പറഞ്ഞാലും ശാസ്ത്രജ്ഞന്മാർ ഒരുപാട് കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്, അല്ലെ? അങ്ങനെയാണ് നമ്മൾ എല്ലാ പ്രപഞ്ച സത്യങ്ങളെ പറ്റിയും മനസ്സിലാക്കി വരുന്നത്. അപ്പോ നമ്മുടെ സൗരയൂഥത്തിന്റെ ഘടനയെ പറ്റിയിട്ടും ഒരുപാട് കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ്. പണ്ട് കാലത്ത് സൗരയൂഥത്തിന്റെ ഘടനയെ കുറിച്ച് ജനങ്ങൾക്ക് ശരിയായിട്ടുള്ള ഒരു അറിവൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ പണ്ട് അവരെന്താ വിചാരിച്ചിരുന്നത്? ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്നാണ് അവർ വിചാരിച്ചത്. ബാക്കിയുള്ള സൂര്യനും ആകാശവും അതിലെ വസ്തുക്കളുമെല്ലാം ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുകയാണെന്നാണ് അവര് ആദ്യം വിശ്വസിച്ചിരുന്നത്. അതൊരു തിയറി ആയിരുന്നു, ജിയോസെൻട്രിക് തിയറി ആയിരുന്നു, ഭൗമകേന്ദ്രവാദം. ആരുടെ സിദ്ധാന്തമായിരുന്നു അത്? ടോളമിയുടെ സിദ്ധാന്തമായിരുന്നു. വളരെയധികം നൂറ്റാണ്ടുകളോളം ആളുകൾ അതിൽ വിശ്വസിച്ചു. ഏതാണ്? ജിയോസെൻട്രിക് തിയറി. ഭൂമിയായിരുന്നു പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് വിശ്വസിച്ച തിയറിയാണ് ജിയോസെൻട്രിക്. സെൻട്രിക് എന്ന് വെച്ചാൽ കേന്ദ്രം. ഭൗമകേന്ദ്രവാദം ടോളമിയുടെ സിദ്ധാന്തമാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതി അൽ മജസ്റ്റിലാണ് അദ്ദേഹം അത് പ്രസ്താവിച്ചത്. അൽ മജസ്റ്റ് കൂടാതെ തന്നെ ജിയോഗ്രഫി എന്ന കൃതിയും അദ്ദേഹത്തിന്റെ തന്നെയാണ്. അപ്പോൾ ഭൗമകേന്ദ്രവാദ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഗ്രീക്കുകാരനായിട്ടുള്ള ടോളമിയുടെ സിദ്ധാന്തമാണ് ജിയോസെൻട്രിക് തിയറി, അല്ലെങ്കിൽ ഭൗമകേന്ദ്രവാദം.
ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതി അൽമജസ്റ്റ്, അതും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ കൂടെ തന്നെ എക്സ്ട്രാ അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് ഏത്? ജിയോഗ്രഫി. ജിയോസെൻട്രിക് തിയറി, ടോളമി, അൽമജസ്റ്റ്, ജിയോഗ്രഫി, അങ്ങനെ അങ്ങനെ പോയിന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഇപ്പൊ ഭൗമകേന്ദ്രവാദം എന്ന് പറഞ്ഞ ഒരു 4 പോയിന്റ് അവിടെ ഉണ്ടെന്ന് കൊടുക്കുക. എന്തൊക്കെയാണ്? ജിയോസെൻട്രിക് തിയറി, ഭൗമകേന്ദ്രവാദം, ഗ്രീക്കുകാരനാണ് ടോളമി. അൽമജസ്റ്റ് അദ്ദേഹത്തിന്റെ കൃതിയാണ്, അതിലാണ് അദ്ദേഹം ജിയോസെൻട്രിക് തിയറിയെ പറ്റി പ്രസ്താവിച്ചത്. അതേപോലെ തന്നെ ജിയോഗ്രഫി എന്ന കൃതിയും അദ്ദേഹത്തിൻ്റെതാണ്. ഇത്ര കാര്യങ്ങൾ അവിടെ ഓർത്തു വെക്കാനുണ്ട്. ശേഷം വളരെയധികം വർഷങ്ങൾ കഴിഞ്ഞാണ് സൗരകേന്ദ്രവാദ സിദ്ധാന്തം അവതരിപ്പിച്ചത്. ഹീലിയോസെൻട്രിക് തിയറി. ഹീലിയോ, ആ വാക്ക് നമ്മൾ കേട്ടു അല്ലെ? ഹീലിയോളജി. സൂര്യനെ കുറിച്ചുള്ള പഠനം ഹീലിയോളജി ആണെങ്കിൽ സൗരകേന്ദ്രവാദ സിദ്ധാന്തത്തെ അറിയപ്പെടുന്ന എന്താണ്? ഹീലിയോസെൻട്രിക് തിയറി എന്നാണ്. പോളണ്ടുകാരനായ നിക്കോളാസ് കോപ്പർനിക്കസ് തന്നെയാണ് ഈ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. നേരത്തെ കണ്ടല്ലോ, എവിടെയാണ് കണ്ടത്? നിക്കോളാസ് കോപ്പർനിക്കസ് ആണ് സൗരയൂഥം കണ്ടെത്തിയത്. ആധുനിക ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവാണ് നിക്കോളാസ് കോപ്പർനിക്കസ്. ഈ 2 പോയിന്റ് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം പോളണ്ടുകാരനാണ്. അദ്ദേഹം തന്നെയാണ് ഹീലിയോസെൻട്രിക് തിയറി അതിന്റെ ഉപജ്ഞാതാവ്. ഇതനുസരിച്ച് ആരാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം? ഭൂമിയല്ല, മറിച്ച് സൂര്യനാണ്. സൂര്യനാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രമെന്ന് അദ്ദേഹം പ്രസ്താവിച്ചത് എവിടെയാണ്? അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതിയായ ഓൺ ദ റെവല്യൂഷൻ ഓഫ് സെലസ്റ്റിയൽ ബോഡീസ്, ജ്യോതിർഗോളങ്ങളുടെ പരിക്രമണ പഥത്തിലൂടെ, അദ്ദേഹത്തിന്റെ കൃതിയാണ്. എന്താണ്? ഓൺ ദ റെവല്യൂഷൻ ഓഫ് സെലസ്റ്റിയൽ ബോഡീസ്. ആ പ്രശസ്തമായിട്ടുള്ള കൃതിയിലാണ് പോളണ്ടുകാരനായ നിക്കോളാസ് കോപ്പർനിക്കസ് ഹീലിയോസെൻട്രിക് തിയറി അവതരിപ്പിച്ചത്. നമ്മളപ്പോ ജിയോസെൻട്രിക് തിയറിയും കണ്ടു, ഹീലിയോസെൻട്രിക് തിയറിയും കണ്ടു. ജിയോസെൻട്രിക് തിയറി ഗ്രീക്കുകാരനായ ടോളമിയുടേതാണെങ്കിൽ ഹീലിയോസെൻട്രിക് തിയറി പോളണ്ടുകാരനായ നിക്കോളാസ് കോപ്പർനിക്കസിന്റേതാണ്. അതേപോലെ തന്നെ ഗലീലിയോ ഗലീലി, ജോഹന്നസ് കെപ്ലർ, ഐസക് ന്യൂട്ടൺ, ഇവരൊക്കെ ഇത് വിപുലീകരിച്ചവരാണ്. പിന്നെ ഒരുപാട് കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ? അങ്ങനെയാണ് നമ്മൾ ഭൂമിയെ പറ്റിയും സൂര്യനെ പറ്റിയും നക്ഷത്രങ്ങളെ പറ്റിയും ഒക്കെ മനസ്സിലാക്കി വരുന്നത്. അപ്പോ ദൂരദർശിനി കേട്ടിട്ടുണ്ടോ? അതിന്റെ കണ്ടുപിടുത്തമാണ് കൂടുതൽ ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും ഒക്കെ കണ്ടെത്തുന്നതിലേക്ക് നയിച്ചത്. ആധുനിക ദൂരദർശിനികളും ബഹിരാകാശ പേടകങ്ങളും ഒക്കെ വന്നതോടുകൂടി ഗ്രഹങ്ങളുടെ ഉപരിതലത്തെയും അന്തരീക്ഷത്തെയും കുറിച്ചിട്ടുള്ള പുതിയ പുതിയ വിവരങ്ങൾ ലഭിച്ചു തുടങ്ങി. ഇതിൽ ഗലീലിയോ ഗലീലിയെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള? ആരാണ് അദ്ദേഹം? ദൂരദർശിനി ഉപയോഗിച്ച് ആദ്യമായി വാനനിരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി. ദൂരദർശിനി ഉപയോഗിച്ച് ആദ്യമായി വാനനിരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞനാണ്. അപ്പൊ നമ്മൾ 2 ശാസ്ത്രജ്ഞന്മാരെ പറ്റി കണ്ടു, ടോളമിയും പിന്നെ ആരാണ്? നിക്കോളാസ് കോപ്പർനിക്കസ്. പിന്നീട് നമ്മൾ പഠിക്കുന്നതാണ് ഗലീലിയോ ഗലീലി. അദ്ദേഹത്തെ പറ്റിയിട്ട് 4 പോയിന്റുകൾ ഉണ്ട്. അതെപ്പോഴും ഏതെങ്കിലും ഒക്കെ ഓരോന്ന് ചോദിക്കുന്നതാണ്. അപ്പൊ 4 പോയിന്റ്സ് മനസ്സിൽ ഓർക്കുക. ഗലീലിയോ ഗലീലി എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത്, ദൂരദർശിനി ഉപയോഗിച്ച് ആദ്യമായി വാനനിരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി. പിന്നെന്താണ്? ചന്ദ്രനിൽ കുന്നുകളും ഗർത്തങ്ങളും ടെലസ്കോപ്പിലൂടെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി. ചന്ദ്രനിലെ കുന്നുകളും ഗർത്തങ്ങളും ഒക്കെ ആരാണ് ടെലസ്കോപ്പിലൂടെ കണ്ടെത്തിയത്? അതും ഗലീലിയോ ഗലീലി തന്നെയാണ്. വ്യാഴത്തിന്റെ 4 ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹം. അയോ, കാലിസ്റ്റ, യൂറോപ്പ, ഗാനിമീഡ്, ഇങ്ങനെ 4 ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി. അതുകൊണ്ട് തന്നെ ആ ഉപഗ്രഹങ്ങളെ നമ്മൾ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്ന് വിളിക്കാറുണ്ട്. പിന്നെന്താണ്? സൂര്യകളങ്കങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ്. സൺസ്പോട്സ്, സൂര്യകളങ്കങ്ങൾ. അങ്ങനെ 4 പോയിന്റ്സ് ആണ് ഗലീലിയോ ഗലീലിയെ പറ്റിയിട്ട് സാധാരണ ചോദിക്കാറുള്ളത്. ദൂരദർശിനി ഉപയോഗിച്ചിട്ട് വാനനിരീക്ഷണം നടത്തി, ചന്ദ്രനിൽ കുന്നുകളും ഗർത്തങ്ങളും കണ്ടെത്തി. എങ്ങനെയാണ്? ടെലസ്കോപ്പിലൂടെയാണ് കണ്ടെത്തിയത്. വ്യാഴത്തിന്റെ 4 ഗലീലിയൻ ഉപഗ്രഹങ്ങളെ കണ്ടെത്തി എന്ന് പറയാം അല്ലെ? സൂര്യകളങ്കങ്ങളും കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ്
ഗലീലിയോ ഗലീലി എന്ന് പറയുന്നത്? ഇറ്റലിക്കാരനാണ് അദ്ദേഹം, ഇറ്റലിക്കാരനായ ഗലീലിയോ ഗലീലി. ലോക ചരിത്രത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച 100 വ്യക്തികളുടെ ഹ്രസ്വ ചരിത്രമാണ് ദ 100. ആ പേര് കേട്ടിട്ടുണ്ടോ? ദ 100. ആ പേരില് 1978 മൈക്കിൾ ഹാർട്ട് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ദ 100. ഇതില് 12ാം സ്ഥാനത്തെത്തിയ ആളാണ് ആര്? ഗലീലിയോ ഗലീലി എന്ന് പറയുന്നത്. അപ്പൊ ലോക ചരിത്രത്തിനെ തന്നെ സ്വാധീനിച്ച വ്യക്തികളിൽ 12ാം സ്ഥാനത്താണ് ആര്? ഗലീലിയോ ഗലീലി. ഇറ്റലിക്കാരനാണ്. നിരീക്ഷണം, ചന്ദ്രനിൽ കുന്നുകളും ഗർത്തങ്ങളും, വ്യാഴത്തിന്റെ 4 ഉപഗ്രഹങ്ങൾ, സൗരകളങ്കങ്ങൾ, ഇതൊക്കെ കണ്ടെത്തിയ ആളാണ് ഗലീലിയോ. അടുത്ത ആളാണ് ആര്? ഐസക് ന്യൂട്ടൺ. സൗരയൂഥവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ കുറച്ച് ശാസ്ത്രജ്ഞരെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം, അതുകൊണ്ടാണ് ഇത് പറയുന്നത് കേട്ടോ. ഐസക് ന്യൂട്ടനെ പറ്റി പറയുമ്പോൾ എന്താണ്? സൂര്യപ്രകാശത്തിലെ വർണ്ണങ്ങൾ ഉണ്ടെന്ന് തെളിയിച്ചത് ആരാണ്? സർ ഐസക് ന്യൂട്ടൺ ആണ്. സൂര്യപ്രകാശത്തിൽ 7 വർണ്ണങ്ങൾ ഉണ്ടെന്ന് തെളിയിച്ചതാണ് ആര്? സർ ഐസക് ന്യൂട്ടൺ. ഭൂഗുരുത്വാകർഷണ ബലം കണ്ടെത്തിയ, കാൽക്കുലസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഐസക് ന്യൂട്ടൺ അല്ലെ. അദ്ദേഹത്തിന്റെ പുസ്തകം ഉണ്ടല്ലോ, ഏതാണ്? പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പുസ്തകം രചിച്ച ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനാണ് ആര്? ഐസക് ന്യൂട്ടൺ. ഇറ്റലിക്കാരനാണ് ഗലീലിയോ എങ്കിൽ ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനാണ് ആര്? ഐസക് ന്യൂട്ടൺ. അതേപോലെ തന്നെ അദ്ദേഹത്തിനോടുള്ള ആദര സൂചകമായിട്ട് ബലത്തിന്റെ യൂണിറ്റ് നമ്മൾ ന്യൂട്ടന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. സൗരയൂഥവുമായി ബന്ധപ്പെട്ട ഐസക് ന്യൂട്ടൺ എന്താണ് പ്രത്യേകത? സൂര്യപ്രകാശത്തിൽ 7 വർണ്ണങ്ങൾ ഉണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് സർ ഐസക് ന്യൂട്ടൺ. ഭൂഗുരുത്വാകർഷണ ബലം കണ്ടെത്തിയ, കാൽക്കുലസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പുസ്തകം രചിച്ച ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായ ഐസക് ന്യൂട്ടൺ. ഇനി നമ്മൾ സൂര്യൻ ഒരു നക്ഷത്രമാണെന്ന് പഠിച്ചു അല്ലെ. സൂര്യൻ ഒരു നക്ഷത്രമാണ്, നമ്മൾ കണ്ടതാണ്. ഭൂമിയോട് അല്ലെങ്കിൽ സൗരയൂഥത്തിലെ ഒരേ ഒരു നക്ഷത്രമാണ്, ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രമാണെന്നൊക്കെ പറഞ്ഞു അല്ലെ. എന്നാൽ നക്ഷത്രങ്ങൾ എന്താണ്? നക്ഷത്രങ്ങൾ എവിടെയാണ് അവർ രൂപം കൊള്ളുന്നത്? നക്ഷത്രങ്ങൾ രൂപം കൊള്ളുന്നത് എവിടെയാണ്? സൂര്യൻ ഒരു നക്ഷത്രമാണെങ്കിൽ നക്ഷത്രങ്ങൾ എവിടെയെങ്കിലും രൂപം കൊള്ളണ്ടേ? നക്ഷത്രങ്ങൾ രൂപം കൊള്ളുന്ന അതിവിശാലമായ വാതക പടലങ്ങളായ നെബുലയിലാണ് നക്ഷത്രങ്ങൾ രൂപം കൊള്ളുന്നത്. നെബുല കേട്ടിട്ടുണ്ടോ? അതിവിശാലമായിട്ടുള്ള വാതക പടലങ്ങളായ നെബുലയിലാണ് നക്ഷത്രങ്ങൾ രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ അതിഭീമന്മാരായ നെബുലയാണ് നക്ഷത്രങ്ങളുടെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത്. നക്ഷത്രങ്ങളെ പറ്റിയാണ് പറയുന്നത്. നക്ഷത്രങ്ങൾ രൂപം കൊള്ളുന്ന നെബുലയിലാണ്. നെബുലയെ നമ്മൾ എന്ത് പറയും? നക്ഷത്രങ്ങളുടെ ഈറ്റില്ലം എന്ന് പറയും. ഇനി നക്ഷത്രങ്ങളുടെ നിറം എന്താണ്? നക്ഷത്രങ്ങൾക്ക് നിറമുണ്ട്, നീലയും ചുവപ്പും ആയിരിക്കും. 2 തരത്തിലുള്ള നിറങ്ങളുണ്ട് നക്ഷത്രം. ഏറ്റവും പ്രായം കുറഞ്ഞ നക്ഷത്രമാണ്. ചെറിയ അതായത് അധികം വർഷങ്ങൾ പഴക്കമില്ല എങ്കിൽ നക്ഷത്രത്തിന് നീല നിറമായിരിക്കും. ഇനി പ്രായം കൂടി കൂടി നക്ഷത്രത്തിന് എന്താവും? നീല മാറി ചുവപ്പ് നിറമാവും. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഓറഞ്ചും വരും അല്ലെ. നീല മാറി പിന്നീട് പ്രായമായ നക്ഷത്രത്തിന് എന്ത് നിറമാവും? ചുവപ്പ് നിറമായിരിക്കും. അതേപോലെ തന്നെ ഒരു നക്ഷത്രത്തിൽ ഊർജോൽപാദനം നടക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ നേരത്തെ കണ്ടതാണ്, അണുസംയോജന പ്രക്രിയ എന്ന് പറഞ്ഞു അല്ലെ. സൂര്യനിൽ ഊർജം ഉൽപാദിപ്പിക്കപ്പെടുന്ന പ്രക്രിയയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ അല്ലെങ്കിൽ അണുസംയോജനം എന്ന് പഠിച്ചു. ഹൈഡ്രജൻ ആറ്റങ്ങൾ സംയോജിച്ച്, അണുസംയോജനം, ഹൈഡ്രജൻ ആറ്റങ്ങൾ സംയോജിച്ചിട്ട് ഹീലിയം ആറ്റമായി മാറുന്നു. അത് 2 തരത്തിൽ നടക്കും. ഹൈഡ്രജൻ ഹീലിയം ആയിട്ട് മാറാനായിട്ട് 2 തരത്തിൽ നടക്കും. എങ്ങനെയൊക്കെയാണ്? ഒന്നാണ് വിഘടനവും, ഒന്നാണ് സംയോജനവും. ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ഫ്യൂഷൻ. രണ്ടും വിഘടിക്കാം, രണ്ടും സംയോജിക്കാം. നക്ഷത്രത്തിൽ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? 2 ആറ്റങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് അല്ലെങ്കിൽ സംയോജിക്കുമ്പോഴാണ്
നക്ഷത്രങ്ങളിൽ ഊർജോൽപാദനം സംഭവിക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നറിയപ്പെടുന്നു. അങ്ങനെ സംഭവിക്കുന്ന സമയത്താണ് നക്ഷത്രങ്ങൾക്ക് എന്ത് നിറമുള്ളത്? നീല നിറത്തിൽ നക്ഷത്രം കാണപ്പെടുന്നത്. അതിനുശേഷം അവർ വലുതായി വലുതായി ചുവന്ന ഭീമന്മാരായിട്ട് മാറും. ചെറിയൊരു ഓറഞ്ച് കളറൊക്കെ വന്ന് ശേഷമാണ് നല്ല ചുവന്ന കളറാകുന്നത്. ചുവപ്പായി കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? ചുവപ്പായി കഴിഞ്ഞാൽ അതിന്റെ അന്ത്യം അടുത്തെന്ന് സാരം. അപ്പൊ നക്ഷത്രങ്ങൾക്ക് മരണമുണ്ടോ? നക്ഷത്രങ്ങൾക്ക് മരണമുണ്ട്. ഒരു നക്ഷത്രം അന്ത്യം അടുത്തു അല്ലെങ്കിൽ മൃതാവസ്ഥയിലെത്തിയാൽ അതിനൊരു പേര് പറയും നമ്മൾ. എന്താണ്? വെള്ളക്കുള്ളൻ എന്ന് പറയും. പിന്നെന്താണ്? പിന്നെ അവിടെ അണുസംയോജത്തിനോ മറ്റു നക്ഷത്രങ്ങളിൽ നടക്കുന്ന ഒരു കാര്യങ്ങൾ ഇതിൽ നടക്കില്ല. എല്ലാം കഴിഞ്ഞു, അവിടെ ബാക്കിയുള്ള പ്രക്രിയകളൊക്കെ കഴിഞ്ഞു, വെള്ളക്കുള്ളനായി എന്ന് സാരം. ഇതുപോലെ തന്നെ കുറച്ചധികം കോടി വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ സൂര്യൻ ഇതുപോലെ വെള്ളക്കുള്ളനായി മാറിയേക്കാം. എന്നാൽ എല്ലാ നക്ഷത്രങ്ങളും അങ്ങനെ ആവില്ല. എങ്ങനെയാണ്? ചില വലിയ വലിയ നക്ഷത്രങ്ങളൊക്കെ മൃതാവസ്ഥയിൽ എത്താതെ തന്നെ പൊട്ടിത്തെറിക്കും. എങ്ങനെ? മൃതാവസ്ഥയിൽ എത്തിയ വെള്ളക്കുള്ളനാവും അല്ലെ? പക്ഷെ വെള്ളക്കുള്ളനാവാതെ തന്നെ സൂപ്പർനോവ സ്ഫോടനങ്ങൾ നടക്കും. എങ്ങനെയാണ്? മൃതാവസ്ഥയിലേക്ക് പോവാതെ പൊട്ടിത്തെറിക്കും അവര്. പൊട്ടിത്തെറിക്കുമ്പോ എന്ത് സംഭവിക്കും? കുറച്ച് ഭാഗങ്ങൾ ദ്രവ്യം കുറഞ്ഞ ഭാഗങ്ങൾ, കുറച്ച് ഭാഗങ്ങൾ ദ്രവ്യം കൂടിയ ഭാഗങ്ങളായിട്ട് പോകും. ദ്രവ്യം കുറഞ്ഞ ഭാഗങ്ങളെ നമ്മൾ എന്ത് പറയും? ന്യൂട്രോൺ നക്ഷത്രങ്ങൾ എന്ന് വിളിക്കും. തെറിച്ചു പോയതിൽ ദ്രവ്യം കൂടിയതിനെയോ തമോഗർത്തങ്ങൾ എന്നും പറയുന്നു. കുറെ വാക്കുകൾ കേട്ടു അല്ലെ? എന്തൊക്കെയാണ്? വെള്ളക്കുള്ളൻ, നക്ഷത്രം മരിക്കാറായി, മൃതാവസ്ഥയിലെത്തിയെന്ന് സാരം. അതേപോലെ തന്നെ എന്താണ്? സൂപ്പർനോവ, വെള്ളക്കുള്ളനാവാതെ തന്നെ പൊട്ടിത്തെറിക്കുന്നതാണ് സൂപ്പർനോവ അല്ലെ? സൂപ്പർനോവ സ്ഫോടനം എന്ന് പറയാം. സ്ഫോടനം കഴിഞ്ഞു കഴിഞ്ഞാലോ ന്യൂട്രോൺ നക്ഷത്രങ്ങളാവും, തമോഗർത്തങ്ങളാവും. സ്ഫോടനം കഴിയുക ന്യൂട്രോൺ ആവും, തമോഗർത്തങ്ങളാവും. ന്യൂട്രോൺ നക്ഷത്രം എന്താണ്? ദ്രവ്യം കുറഞ്ഞത്, മാസ് കുറഞ്ഞത്. ദ്രവ്യം കൂടിയതോ തമോഗർത്തങ്ങൾ എന്നും അറിയപ്പെടുന്നു. എന്നാൽ നമ്മൾ മഞ്ഞക്കുള്ളൻ എന്ന് പറയുന്ന ആളാണ് സൂര്യൻ. പക്ഷെ സൂര്യന്റെ നിറം എന്താണ്? മഞ്ഞക്കുള്ളൻ എന്നറിയപ്പെടുന്ന ആളാണ് സൂര്യൻ. സൂര്യന്റെ നിറം ശരിക്കും വെള്ളയാണ്. വെള്ള നിറമുള്ള നക്ഷത്രമാണ് സൂര്യൻ. സൂര്യന് കുറെ പാളികളുണ്ട്. നമ്മൾ ഭൂമിയുടെ പാളികളെ പറ്റി പറയാറുണ്ട് അല്ലെ? ട്രോപ്പോസ്ഫിയർ, മിസോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടില്ലേ? അതേപോലെ തന്നെ സൂര്യന്റെ പാളികളെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും പുറമേയുള്ള പാളി നോക്ക്, കൊറോണയാണ്. ഏറ്റവും പുറമേയുള്ള പാളി എന്ന് പറയുന്നത് കൊറോണയാണ്. ഏറ്റവും പുറമേയുള്ള പാളിയാണെങ്കിലും നമുക്ക് കൊറോണയെ കാണാൻ പറ്റില്ല. എന്തുകൊണ്ടത്? സൂര്യന്റെ തിളക്കം മൂലം. നല്ല തിളക്കമുള്ളത് കൊണ്ട് സൂര്യഗ്രഹണ സമയത്ത് മാത്രമാണ് നമുക്ക് അതിനെ കാണാനാവൂ. സൂര്യന്റെ തിളക്കം മൂലം സൂര്യഗ്രഹണ സമയത്ത് മാത്രം കാണാൻ പറ്റുന്ന ആളാണ് ആര്? കൊറോണ എന്ന പാളി, സൂര്യന്റെ പുറം പാളി. ഏറ്റവും പുറമേയുള്ള കൊറോണ എന്ന പാളിയെ നമുക്ക് കാണാൻ പറ്റുന്നത് സൂര്യഗ്രഹണ സമയത്ത് മാത്രമാണ്. ചോദിക്കാം, സൂര്യഗ്രഹണ സമയത്ത് മാത്രം വ്യക്തമാകുന്ന അല്ലെങ്കിൽ കാണാനാകുന്ന സൂര്യന്റെ പാളി ഏതാണ്? കൊറോണയാണ്. ആ സമയത്ത് സൂര്യനെ ചന്ദ്രൻ മറയ്ക്കും അല്ലെ? അപ്പൊ ഒരു വലയം നമുക്ക് കാണാം. അത് നമ്മൾ ഡയമണ്ട് റിംഗ് പ്രതിഭാസം എന്നാണ് പറയുന്നത്. അതാണ് കൊറോണ. ആ സമയത്ത് കാണുന്നതാണ് കൊറോണ കേട്ടോ. അതുപോലെ തന്നെ എന്താണ്? വേറെന്തൊക്കെ ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാം? അകക്കാമ്പ് കാണാം, കൊറോണ കാണാം, ട്രോമോസ്ഫിയർ കാണാം, ഫോട്ടോസ്ഫിയർ കാണാം.
ഇതില് ഫോട്ടോസ്ഫിയർ എന്ന് പറയുന്ന ഭാഗമില്ലേ, അതാണ് സൗരപ്രഭാമണ്ഡലം. സൗരകളങ്കങ്ങൾ കാണപ്പെടുന്ന ഭാഗം എന്ന് പറയാം ഫോട്ടോസ്ഫിയർ. സൗരകളങ്കങ്ങൾ കാണപ്പെടുന്ന ഭാഗമാണ് ഏത്? ഫോട്ടോസ്ഫിയർ. അപ്പൊ എന്താണ് സൗരകളങ്കങ്ങൾ? ഫോട്ടോസ്ഫിയറിൽ കാണുന്ന ഒന്നാണ് സൗരകളങ്കങ്ങൾ അല്ലെ? എന്താണ് സൗരകളങ്കങ്ങൾ എന്ന് പറഞ്ഞാല്? സൗരോപരിതലത്തില് ചൂടോ പ്രകാശമോ ഒക്കെ കുറയുമ്പോൾ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്ന താൽക്കാലികമായ ഒരു പ്രതിഭാസമാണ് അല്ലെങ്കിൽ സൗരകളങ്കങ്ങൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താ പറയാ, പ്രകാശ തീവ്രത കുറഞ്ഞ ക്രമരഹിതമായ മേഖലകളെയാണ് എന്ത് പറയുന്നത്? സൗരകളങ്കങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ സൺസ്പോട്ട് ഒക്കെ എവിടെയാണ് കാണപ്പെടുന്നത്? ഫോട്ടോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. കൊറോണയാണ് പുറമേയുള്ള ഭാഗം. അവനെ കാണുന്നത് എപ്പോഴാണ്? സൂര്യഗ്രഹണ സമയത്താണ്. ഫോട്ടോസ്ഫിയറിന് മുകളിലുള്ള പാളി ഏതാണ്? ക്രോമോസ്ഫിയർ ആണ് അല്ലെ? ഫോട്ടോസ്ഫിയറിന് മുകളിലുള്ള പാളിയാണ് ക്രോമോസ്ഫിയർ. കാണാം ചിത്രത്തിൽ. ഫോട്ടോസ്ഫിയറിന് മുകളിലുള്ള പാളിയാണ് ക്രോമോസ്ഫിയർ. സൂര്യന്റെ ഏറ്റവും അകത്തുള്ള പാളിയാണ്, ഏറ്റവും അകത്തുള്ള പാളി ഏതാണ്? കോർ. കണ്ടില്ലേ കോർ, അകക്കാമ്പ്. ഏറ്റവും അകത്തുള്ള പാളി അകക്കാമ്പ്. പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് ദൃശ്യമാകുന്ന പാളിയും ചോദിച്ച കൊറോണ. ഇതൊക്കെയാണ് സൂര്യന്റെ പാളികൾ. ഇനി നമുക്ക് കെപ്ലർ എന്ന് കേട്ടിട്ടില്ലേ? കെപ്ലർ, ജോഹന്നാസ് കെപ്ലർ. അദ്ദേഹവും ഈ സൗരയൂഥവും തമ്മിൽ കുറച്ച് ബന്ധമുണ്ട്. എന്തൊക്കെയാണ്? കെപ്ലറെ പറ്റി പറയുകയാണെങ്കിൽ ജർമ്മൻകാരനായിട്ടുള്ള ജോഹന്നാസ് കെപ്ലർ, ജർമ്മൻകാരനായ ജോഹന്നാസ് കെപ്ലർ, അദ്ദേഹമാണ് ആര്? ഹു ഡിസ്കവേർഡ് ദ ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ. ഗ്രഹചലന നിയമങ്ങൾ, പ്ലാനറ്ററി മോഷൻസ് കൊണ്ടുവന്ന ആരാണ്? ജർമ്മൻകാരനായിട്ടുള്ള ജോഹന്നാസ് കെപ്ലർ ആണ്. എന്താണ് അതിൽ പറയുന്നത്? അദ്ദേഹത്തിന്റെ ഗ്രഹചലന നിയമങ്ങളിൽ പറയുന്നത് ഗ്രഹങ്ങളുടെ ഭ്രമണത്തെ പറ്റി വിശദീകരിക്കുന്ന നിയമങ്ങളാണ് കൊണ്ടുവന്നത്. കുറെ നിയമങ്ങൾ ഉണ്ട് അതില്. അതിലൊന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത് എല്ലാ ഗ്രഹങ്ങളും എന്താണ്? സൂര്യന് ചുറ്റും ദീർഘവൃത്ത പാതയിൽ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്നും ഇതിന്റെ ഫോക്കസിലായിരിക്കും സൂര്യന്റെ സ്ഥാനം എന്നും പറയുന്നു. എങ്ങനെയാണ്? ദീർഘവൃത്ത പാതയിലാണ് സഞ്ചരിക്കുന്നത്. രണ്ടാമത് പറയുന്നത് അദ്ദേഹം എന്താണ്? ഗ്രഹങ്ങൾ സൂര്യന്റെ അടുത്തേക്ക് വരുമ്പോൾ വേഗത കൂടുകയാണ്. എന്താണ്? ഗ്രഹങ്ങൾ സൂര്യനോട് അടുത്തേക്ക് വരുമ്പോൾ വേഗത കൂടുന്നു, അകലുമ്പോൾ വേഗത കുറയുകയും ചെയ്യുന്നു. കെപ്ലറുടെ ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് ഹാർമണീസ് ഓഫ് ദ വേൾഡ്. മെൻഷൻ ചെയ്തിട്ടില്ല അല്ലെ? ഹാർമണീസ് ഓഫ് ദ വേൾഡ് കെപ്ലറുടെ കൃതിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നിയമങ്ങളിൽ ആദ്യം പറഞ്ഞത് എന്താണ്? ദീർഘവൃത്താകൃതിയെ പറ്റി പറഞ്ഞു. ഗ്രഹങ്ങൾ സൂര്യനടുത്തേക്ക് വരുമ്പോൾ വേഗത കൂടുമെന്നും അകലുമ്പോൾ വേഗത കുറയുമെന്നും നമ്മൾ കണ്ടു. അതേപോലെ തന്നെ ഒരു ഗ്രഹം അതിന്റെ ഭ്രമണ വേളയിൽ, ഗ്രഹം എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കും. ഒരു ഗ്രഹം അതിന്റെ ഭ്രമണവേളയിൽ, ഭ്രമണം എന്ന് വെച്ചാൽ എന്താണ്? കറങ്ങുകയാണ് അല്ലെ? അതിന്റെ ഭ്രമണവേളയിൽ സൂര്യനോട് അടുത്ത് വരുന്ന ഭാഗമാണ് സൂര്യസമീപസ്ഥം, സൂര്യസമീപകം, പെരിഹീലിയൻ എന്ന് പറയാം. ഒരു ഗ്രഹം ഭ്രമണം ചെയ്യുന്ന സമയത്ത് സൂര്യനോട് അടുക്കുന്ന ഭാഗമാണ് സൂര്യസമീപകം. അകലെയായിരിക്കുന്ന ഭാഗമാണ് എന്ത്? സൂര്യവിദൂരസ്ഥം അല്ലെങ്കിൽ അബ്ഹീലിയൻ. പെരിഹീലിയൻ, അബ്ഹീലിയൻ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? അതേപോലെ തന്നെ ഭൂമി ഒരു ഗ്രഹമാണ് അല്ലെ? ഭൂമി ഇതേപോലെ സൂര്യനോട് അടുക്കുന്നത് എന്നാണ്? ജനുവരി 3-നാണ്. ഭൂമി സൂര്യനോട് അടുക്കുന്നത് ജനുവരി 3-നും ഭൂമി സൂര്യന്റെ ഏറ്റവും അകലെ ആയിരിക്കുന്നത് ജൂലൈ 4-നുമാണ്. ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഭൂമി സൂര്യനോട് അടുക്കുന്നത് ജനുവരി 3-നും ഏറ്റവും അകലത്തിലായിരിക്കുന്നത് ജൂലൈ 4-നുമാണ്.
അതേപോലെ തന്നെ ചന്ദ്രനെ പറ്റി പറയുകയാണെങ്കിൽ ചന്ദ്രനും ഭൂമിയെ ചുറ്റുന്നുണ്ട് അല്ലെ. ഭൂമിയുടെ ഒരു ഉപഗ്രഹമാണ് ആര്? ചന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പൊ ചന്ദ്രൻ ഭൂമിയുടെ ഏറ്റവും അടുത്തേക്ക് വരുന്ന ദിവസത്തെ നമ്മൾ പറയുന്നതാണ് പെരിഗി. ചന്ദ്രൻ ഭൂമിയുടെ ഏറ്റവും അടുത്തേക്ക് വരുന്ന, നമ്മളൊരു ഗ്രഹത്തിന്റെ കാര്യം പറഞ്ഞു, പെരിഹീലിയൻ അല്ലെ. അപ്പൊ പെരി വരുമ്പോ അടുത്തേക്ക് വരികയെന്ന് ഓർത്തു. അപ്പൊ ചന്ദ്രൻ ഭൂമിയുടെ അടുത്തേക്ക്, ചന്ദ്രൻ ഒരു ഉപഗ്രഹമാണ്, ഭൂമിയുടെ ഏറ്റവും അടുത്തിരിക്കുന്നതിനെ പെരിഗി എന്നും, ചന്ദ്രൻ ഭൂമിയുടെ ഏറ്റവും അകലെ നിൽക്കുമ്പോൾ അപ്പോഗി എന്നും അറിയപ്പെടുന്നു. ഈ പെരിഗി സമയത്താണ് നമ്മൾ ആ ചന്ദ്രൻ എന്ത് പറയാ? സൂപ്പർ മൂൺ എന്ന് പറയുന്നത്. ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുമ്പോൾ പെരിഗി എന്ന ആ ദിവസത്തിലെ ചന്ദ്രനെ എന്താണ് നമ്മൾ പറയാ? സൂപ്പർ മൂൺ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് സൂര്യസമീപകവും വിദൂരസ്ഥവും കണ്ടു അല്ലെ. പെരിഹീലിയൻ, അപ്പീലിയൻ, പിന്നെ പെരിഗിയൻ, അപ്പോഗി. ഇനിയാണ് ആകാശഗംഗ. എന്താണ് ആകാശഗംഗ? സൗരയൂഥം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. സൂര്യനും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ ആയിട്ടുള്ള ആളാണ് ആര്? സൗരയൂഥം എന്ന് പറയുന്നത്. അപ്പൊ ഈ സൗരയൂഥം ഉൾപ്പെടുന്ന താരാവസ്ഥയാണ് അല്ലെങ്കിൽ ഗാലക്സിയെയാണ് നമ്മൾ ആകാശഗംഗ എന്ന് പറയുന്നത്. ഇത് നമ്മൾ എന്ത് പറയും? മിൽക്കി വേ എന്ന് പറയും. ക്ഷീരപഥം, ക്ഷീരപഥം എന്ന് വിശേഷിപ്പിക്കുന്ന താരാപഥമാണ് ആകാശഗംഗ. സൗരയൂഥം ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ ആരും ഇതിൽ ഉൾപ്പെടും? ഭൂമി ഉൾപ്പെടുന്ന താരാപഥമാണ് മിൽക്കി വേ. ചിലപ്പോൾ ചോദിക്കാം, ഭൂമി ഉൾപ്പെടുന്ന താരാപഥം ഏതാണ്? സൗരയൂഥം ഉൾപ്പെടുന്ന താരാപഥം ഏതാണ്? അതൊക്കെ ആകാശഗംഗയാണ്. എന്താണ് ആകാശഗംഗയുടെ ഷേപ്പ്? പരന്ന തളികയുടെ രൂപമാണത്. നമുക്കറിയാലേ, കുറെ ഗാലക്സി, താരാപഥം കുറെ ഉണ്ട്. നമ്മുടെ ഗാലക്സിയാണ് മിൽക്കി വേ. ഭൂമി ഉൾപ്പെടുന്ന, സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് മിൽക്കി വേ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു ഗാലക്സി, നമ്മുടെ അടുത്തുള്ള ഒരു ഗാലക്സിയാണ് ആൻഡ്രോമേഡ. നമ്മുടെ എന്ന് പറയുമ്പോൾ മിൽക്കി വേയുടെ അടുത്തുള്ള ഗാലക്സിയാണ് ആര്? ആൻഡ്രോമേഡ. അയൽപക്കക്കാരനാണ്. പിന്നെ നമ്മള് നക്ഷത്രങ്ങൾ തമ്മിലുള്ള അകലം അളക്കുന്ന യൂണിറ്റ്, രണ്ട് നക്ഷത്രങ്ങൾ തമ്മിലുള്ള അകലം അളക്കുന്ന യൂണിറ്റ് ആണ് പ്രകാശവർഷം അല്ലെങ്കിൽ ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. നക്ഷത്രങ്ങൾ തമ്മിലുള്ള, രണ്ട് ഗാലക്സികൾ തമ്മിലുള്ള അകലമോ, അതിനെ നമ്മൾ പാഴ്സെക് എന്ന് പറയും. 1 parsec is equal to 3.26 light year ആണ്. അപ്പൊ രണ്ട് നക്ഷത്രങ്ങൾ തമ്മിലുള്ള അകലം അളക്കുന്നത് ലൈറ്റ് ഇയറും, രണ്ട് ഗാലക്സികൾ തമ്മിലുള്ള അകലം അളക്കുന്നത് പാർസെക്കുമാണ്. 1 parsec is equal to 3.26 light year. നമ്മൾ ആകാശഗംഗയാണ് കണ്ടത്. നമ്മള് ഗ്രഹങ്ങളിലേക്ക് വരികയാണ്. സൗരയൂഥത്തില് സൂര്യൻ നമ്മൾക്ക് ഏകദേശം പിടികിട്ടി. ഇനി എന്താണ് ഗ്രഹങ്ങള്? ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞ എന്താണ്? ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? ഗ്രഹങ്ങൾ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം വാണ്ടറേഴ്സ് എന്നാണ്. ഗ്രഹങ്ങൾ എന്നാൽ വാണ്ടറേഴ്സ്, ഉപഗ്രഹങ്ങൾ എന്നാൽ ഫോളോവേഴ്സ്, അങ്ങനെയാണ് പറയാ. ഗ്രഹങ്ങൾ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അലഞ്ഞുതിരിയുന്നവർ അല്ലെങ്കിൽ വാണ്ടറേഴ്സ്. അപ്പൊ ഉപഗ്രഹങ്ങളോ? അവരുടെ സഹയാത്രികൾ, അല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്യുന്നവരാണ് ഉപഗ്രഹം. സൗരയൂഥത്തിൽ സ്വന്തം ഗുരുത്വബലത്താൽ ഒരു നക്ഷത്രത്തെയോ നക്ഷത്ര അവശിഷ്ടത്തെയോ പരിക്രമണം ചെയ്യുന്ന അണുസംയോജന പ്രവർത്തനത്തിന് ആവശ്യമായ പിണ്ഡമില്ലാത്തവയും ചെയ്യുന്ന ജ്യോതിർഗോളങ്ങളാണ് ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? സൗരയൂഥത്തിലാണ് അല്ലെ ഉൾപ്പെടുന്നത് ഗ്രഹങ്ങൾ. അവർക്കൊരു നക്ഷത്രത്തെ പരിക്രമണം ചെയ്ത് അണുസംയോജന പ്രവർത്തനത്തിന് ആവശ്യമായ പിണ്ഡമില്ലാണ്ട്, അതുകൊണ്ട് തന്നെ ഗ്രഹങ്ങൾ എന്താണ്? സ്വന്തം ഗുരുത്വബലത്താൽ ഒരു നക്ഷത്രത്തെയോ നക്ഷത്ര അവശിഷ്ടത്തെയോ പരിക്രമണം ചെയ്യാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള പിണ്ഡം അവർക്കില്ല, മാസ് അവർക്കില്ല. അങ്ങനെയുള്ള ജ്യോതിർഗോളങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്.
ഗ്രഹങ്ങളെ നമ്മൾ പൊതുവായിട്ട് 2 വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ഗ്രഹങ്ങളെ നമ്മൾ പൊതുവായി 2 വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? വലിയതും സാന്ദ്രത കുറഞ്ഞതുമായിട്ടുള്ള വാതക ഭീമന്മാർ, വലിയതും സാന്ദ്രത കുറഞ്ഞതുമായിട്ടുള്ള വാതക ഭീമന്മാർ. പിന്നെന്താണ്? ചെറിയതും കുറച്ച പ്രതലത്തോടു കൂടിയ ഭൂസമാന ഗ്രഹങ്ങൾ എന്നിവയാണ് അവ. 2 തരത്തിലേക്ക് മാറ്റി നമ്മൾ അവരെ, 2 വിഭാഗങ്ങളാക്കി തരംതിരിച്ചു. എന്തൊക്കെയാണ്? വാതക ഭീമന്മാരും ഭൂസമാന ഗ്രഹങ്ങളും. ഭൂസമാന ഗ്രഹങ്ങളെ നമ്മൾ അന്തർഗ്രഹങ്ങൾ എന്നും പറയുന്നു. അതേപോലെ തന്നെ IAU അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര സംഘടനയാണ്. അവരുടെ നിർവചനം അനുസരിച്ച് സൗരയൂഥത്തിൽ ഇപ്പോൾ 8 ഗ്രഹങ്ങളാണുള്ളത്. സൗരയൂഥത്തിൽ 8 ഗ്രഹങ്ങളാണ് ഉള്ളത്. ആദ്യം അത് 9 ഗ്രഹങ്ങളായിരുന്നു, പിന്നീട് 8 ഗ്രഹങ്ങളാണ് ഉള്ളത്. ഇവയില് നമ്മൾ എന്തൊക്കെയാണ് പറയാ? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, അങ്ങനെ 4 ഗ്രഹങ്ങളെയാണ് നമ്മൾ ഭൂസമാന ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാം. വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവയാണ് എന്ത്? വാതക ഭീമന്മാർ അല്ലെങ്കിൽ ജോവിയൻ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഗ്രഹങ്ങളെ കുറിച്ചിട്ട് ഏറ്റവും പഴക്കമുള്ള രേഖകൾ കിട്ടിയിരിക്കുന്നത് ബാബിലോണിയയിൽ നിന്നാണ്. ഗ്രഹങ്ങളെ കുറിച്ചിട്ട് ഒരുപാട് രേഖകളൊക്കെ ഉണ്ട് അല്ലെ, പഴക്കം ചെന്ന. അതിൽ ഏറ്റവും പഴക്കമുള്ള രേഖകൾ എവിടെ നിന്നാണ് കിട്ടിയത്? ബാബിലോണിയയിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. നമ്മള് ഗ്രഹങ്ങൾ 8 ഗ്രഹങ്ങളാന്ന് പറഞ്ഞു. ആര്? IAU ആണ് പറഞ്ഞത്. അപ്പൊ അവരെ പറ്റി പറയുകയാണെങ്കിൽ ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അല്ലെ, അവരെ പറ്റി പറയുകയാണെങ്കിൽ 1919 പാരീസ് ആസ്ഥാനമാക്കി രൂപീകരിക്കപ്പെട്ടതാണ് IAU. ജ്യോതിശാസ്ത്ര സംബന്ധിയായ കാര്യങ്ങളുടെ ഔദ്യോഗിക സംഘടനയാണത്. അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര സംഘടന, ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ. 1919 പാരീസ് ആസ്ഥാനമാക്കി രൂപീകരിക്കപ്പെട്ടതാണ്. ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ബെഞ്ചമിൻ ബെയ്ലോട്ട്. ഇപ്പോഴത്തെ പ്രസിഡന്റ് സിൽവിയ ടോറസ്. 1919 പാരീസ് ആസ്ഥാനമാക്കി രൂപീകരിക്കപ്പെട്ട ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയന്റെ ആദ്യ പ്രസിഡന്റ് ബെഞ്ചമിൻ ബെയ്ലോട്ടും ഇപ്പോഴത്തെ പ്രസിഡന്റ് സിൽവിയ ടോറസുമാണ്. ഇവര് തന്നെയാണ് എന്ത്? നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, ചിഹ്നഗ്രഹങ്ങൾ, ഇവർക്കൊക്കെ നാമകരണം ചെയ്യുന്ന ആൾക്കാരാണ് ആര്? IAU. അവർക്കാണ് അതിനുള്ള അധികാരമുള്ളത്. അതേപോലെ തന്നെ 2006 നമ്മൾ ചെക്ക് റിപ്പബ്ലിക് കേട്ടിട്ടില്ലേ? ചെക്ക് റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനമായിട്ടുള്ള പ്രാഗ്, അവിടെ വെച്ചിട്ടൊരു ജ്യോതിർവസ്തു ഗ്രഹമാകണമെങ്കിൽ ഇന്ന ഇന്ന മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് അങ്ങനെ ഒരു 3 മാനദണ്ഡങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ള ഔദ്യോഗിക സമിതിയാണ് IAU. 2006 അവർ പറഞ്ഞത്. എന്തൊക്കെയാണ് അവർ പറഞ്ഞത്? ഒരു ജ്യോതിർവസ്തു ഗ്രഹമാകണമെങ്കിൽ അത് നക്ഷത്രത്തെ വലം വെച്ചുകൊണ്ടിരിക്കണം. ഗ്രഹമാകണമെങ്കിൽ ഒരു നക്ഷത്രത്തെ വലം വെച്ചുകൊണ്ടിരിക്കണം. ഗോളീയ രൂപം പ്രാപിക്കാൻ ആവശ്യമായ പിണ്ഡവും വ്യാസവും ഉണ്ടാവണം. അപ്പൊ അതിന് ഒരു പ്രത്യേക ഒരു പിണ്ഡവും അല്ലെങ്കിൽ ഭാരം എന്ന് പറയാം അല്ലെ, ഭാരവും വ്യാസവും വേണം. അതിന് കുറഞ്ഞത് എത്രയാണ് പറഞ്ഞത്? 5x10⁻20 കിലോഗ്രാം ഭാരവും 800 കിലോമീറ്റർ വ്യാസവും വേണമെന്ന് പറയപ്പെടുന്നു. അതേപോലെ തന്നെ 3ാമത്തെ മാനദണ്ഡമാണ് അതിന്റെ ഭ്രമണപഥത്തിന്റെ അതിർത്തികൾ പാലിക്കണം. ഓരോ അതിർത്തികളിൽ കൂടി വേണം അത് ഭ്രമണം ചെയ്യാനായിട്ട്. 2006 അവരത് കൊണ്ടുവന്നത്, ആ മാനദണ്ഡങ്ങൾ പറഞ്ഞത്. ഇതനുസരിച്ചാണ് മാനദണ്ഡം പാലിക്കാത്ത വസ്തുക്കളെ ആരാക്കി മാറ്റിയത്? കുള്ളൻ ഗ്രഹമാക്കി മാറ്റി. ഡോർഫ് പ്ലാനറ്റ്, അങ്ങനെ ഒരു പുതിയ വിഭാഗത്തില് അവർ ശാസ്ത്രജ്ഞന്മാർ പെടുത്തി. പ്ലൂട്ടോ അങ്ങനെയാണ് ആരായി മാറിയത്? കുള്ളൻ ഗ്രഹമായി മാറിയത്.
പ്ലൂട്ടോ എന്താ ചെയ്തത്? പ്ലൂട്ടോയുടെ വലിയ ഉപഗ്രഹമായിട്ടുള്ള ഷാരോണിനെ ഇടയ്ക്ക് ചുറ്റി. പ്ലൂട്ടോ എന്തുമാത്രം ചെയ്യാൻ പാടുള്ളൂ? പ്ലൂട്ടോ ഒരു നക്ഷത്രത്തെ വലം വെച്ചുകൊണ്ടിരിക്കാം. പ്ലൂട്ടോയുടെ ഉപഗ്രഹത്തെ ചുറ്റാൻ പറ്റുമോ? ഇല്ല. ചുറ്റിക്കഴിഞ്ഞപ്പോ എന്തായി? ഉള്ളൻ ഗ്രഹമായിട്ട് മാറി. അതേപോലെ തന്നെ അവർക്കൊരു ഭ്രമണപഥം വേണമെന്ന് പറഞ്ഞു അല്ലെ? പ്ലൂട്ടോ എന്ത് ചെയ്തു? നമ്മുടെ നെപ്റ്റ്യൂണിന്റെ ഭ്രമണപഥത്തിൽ ഇടയ്ക്കൊക്കെ കയറും. അപ്പൊ എന്തായി? പ്ലൂട്ടോയ്ക്ക് സ്ഥാനം പോയി. നമ്മുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ ക്രമം ഓർമ്മിക്കാനായിട്ട് നമുക്കൊരു കോഡ് ഉണ്ട് അല്ലെ? എന്തൊക്കെയാണ് ആ കോഡ്? നമ്മൾ പഠിക്കാറുള്ളതാണ്, എപ്പോഴും അറിയുന്നതാണ് അല്ലെ? മൈ വെരി എഡ്യൂക്കേറ്റഡ് മദർ ജസ്റ്റ് സെർവ്ഡ് അസ് നാച്ചോസ്. എന്താണ് മൈ എന്ന് പറയുമ്പോ മെർക്കുറിയാണ്, ബുധൻ, വെരി വീനസ്. പണ്ട് കുറെ വർഷങ്ങളായിട്ട് പറയുന്ന ഒരു കോഡാണ് അല്ലെ? മൈ വെരി എഡ്യൂക്കേറ്റഡ്, മൈ മെർക്കുറി, വെരി വീനസ്. എഡ്യൂക്കേറ്റഡിൽ എന്താണ്? ഈ വരുമ്പോ എർത്ത്. മദറിന്റെ എം വരുമ്പോ മാർസ്, ജെ വരുമ്പോ ജുപ്പിറ്റർ, സെർവ്ഡില് സാറ്റേൺ. അസ് എന്ന് പറയുമ്പോഴും നമുക്ക് വേണമെങ്കിൽ എന്തെടുക്കാം? യുറാനസ് മാത്രം എടുക്കാം. നാറ്റോസിൽ നെപ്റ്റ്യൂൺ എടുക്കാം. അങ്ങനെ നമ്മള് പഠിച്ചിരുന്നു അല്ലെ? അതേപോലെ തന്നെ ആദ്യം നമുക്ക് എത്ര ഗ്രഹങ്ങളായിരുന്നു എന്നാ പറഞ്ഞത്? നവഗ്രഹങ്ങളായിരുന്നു. ഇപ്പൊ എത്രയായി? ഇപ്പൊ അഷ്ടഗ്രഹങ്ങളായി മാറി. 9 നവം 8 അഷ്ടം. ഇപ്പൊ നമുക്ക് അഷ്ടഗ്രഹങ്ങളാണ് ഉള്ളത്. അപ്പൊ നമ്മള് ഗ്രഹങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഗ്രഹങ്ങളെ പറ്റിയിട്ട് നമ്മള് ഗ്രഹങ്ങളെ രണ്ടായിട്ട് തരംതിരിച്ചു എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്? വാതക ഭീമന്മാരും ജോവിയൽ പ്ലാനറ്റ്, ജോവിയൽ ഗ്രഹങ്ങൾ അല്ലെ? അതാണ് വാതക ഭീമന്മാർ. പിന്നെന്താണുള്ളത്? രണ്ടു തരത്തില് ഗ്രഹങ്ങളെ തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? വലുതും സാന്ദ്രത കുറഞ്ഞതുമായ വാതക ഭീമന്മാർ, ചെറുതും ഉറച്ച പ്രതലത്തോടു കൂടിയ ഭൂസമാന ഗ്രഹങ്ങൾ. അങ്ങനെ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഗ്രഹങ്ങളിലേക്ക് വരാം. ആദ്യമായിട്ട് നമ്മൾ ആരെ പറ്റിയാണ് പഠിക്കുന്നത്? ബുധനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ആരാണ് ബുധൻ? മെർക്കുറിയാണ് ബുധൻ അല്ലെ? മെർക്കുറിയാണ് ബുധൻ. ബുധൻ അന്തർഗ്രഹമാണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഭൗമഗ്രഹമാണെന്ന് പറയാം. സൂര്യനോട് അടുത്ത 4 ഗ്രഹങ്ങളെ നമ്മൾ അന്തർഗ്രഹമാക്കി. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. അതാണ് ഭൗമഗ്രഹങ്ങൾ എന്നും അറിയപ്പെടുന്നത്. അന്തർഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഭൗമഗ്രഹങ്ങൾ. അതാണ് ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. അതിൽ സൂര്യന്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹമാണ് ഏത്? ബുധൻ എന്ന് പറയുന്നത്. സൂര്യനോട് ഏറ്റവും അടുത്താണ്. ചന്ദ്രദേവപുത്രൻ, ഹിന്ദു മിഥോളജി അനുസരിച്ച് ചന്ദ്രദേവപുത്രൻ എന്നാണ് അറിയപ്പെടുന്നത്. റോമാക്കാരുടെ സന്ദേശവാഹകരുടെ പേരാണ് എന്ത്? മെർക്കുറി എന്നുള്ളത്. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വർഷങ്ങളുള്ള ഗ്രഹമാണ് ആര്? ബുധൻ. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വർഷങ്ങൾക്ക് അധികം ദീർഘമില്ല, അധികം ദൈർഘ്യമില്ല. ഈ 58 88 എന്താണ്? 58 ശരിക്കും അത് 59 അല്ലെ? 58.5 എന്താണത്? ഗ്രഹങ്ങൾ അതിന്റെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങും അല്ലെ? അപ്പൊ ബുധൻ അതിന്റെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നത്, അല്ലെങ്കിൽ ബുധന്റെ ഭ്രമണകാലം എന്ന് പറയുന്നത് 58.5 ദിവസമാണ്, അല്ലെങ്കിൽ 59 ദിവസമാണെന്ന് പറയാം. അതേപോലെ തന്നെ അവരെന്ത് ചെയ്യും? നക്ഷത്രങ്ങളെ ചുറ്റണം എന്ന് പറഞ്ഞില്ലേ IAU? അപ്പൊ ബുധന് സൂര്യനെയാണ് ചുറ്റുന്നത്. സൂര്യനെ ചുറ്റാൻ എത്ര ദിവസം വേണം? 88 ദിവസം വേണം. പിന്നെന്താണ് ബുധന്റെ പ്രത്യേകത? പാർത്തിട്ടുള്ള ഗ്രഹമാണ് ബുധൻ.
അത് നിങ്ങൾ എത്ര പേര് പഠിച്ചു പലായന എന്ന് പ്രവേഗം നിങ്ങൾ സ്വയം കുറഞ്ഞ നിങ്ങൾക്കില്ലാത്ത ഗ്രഹമാണ് ബുധൻ. ഉത്തരവാദിത്വം ഞങ്ങൾക്കുള്ളതുകൊണ്ട് അച്ചുതണ്ടിന് പഠിക്കാനുള്ള ചരിവ് കാര്യങ്ങളുണ്ടാവും, കുറഞ്ഞ അത് ഗ്രഹമാണ് നിങ്ങൾക്കറിയാം. ബുധൻ. പിന്നെ എന്തൊക്കെയാണ് ഭരണഘടനാ ബുധന്റെ സംബന്ധമായിട്ട് പ്രത്യേകത? 5 മാർക്കുണ്ട്. 5 മാർക്ക് കിട്ടുന്ന ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഭൂമിക്ക് പാസ് ചെയ്യാം. തുല്യമായിട്ടുള്ള കാന്തിക ഈ മണ്ഡലങ്ങളുണ്ട്. സൈൻ അത്യാവശ്യം വസ്തുക്കൾക്ക് ചെറിയൊരു മോഡൽ ഭാരക്കുറവ് അങ്ങനെ അനുഭവപ്പെടുന്നു. എന്താണ്? കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം. ഗുരുത്വാകർഷണം കുറവാണ് അവിടെ, അല്ലെ? അതിനുശേഷം എന്ത് അപ്പോ ചെയ്തു? 5 മാർക്കിന് വസ്തുക്കൾക്ക് ഭാരക്കുറവ് ഭരണഘടന അനുഭവപ്പെടുന്നു. കഴിഞ്ഞപ്പോൾ നമ്മൾ ആരംഭിച്ചത് എക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു ഭാഗമാണ്. ചൂട് കൂടിയ രണ്ടാമത്തെ ഗ്രഹമാണ് യുദ്ധാനന്തര ഇന്ത്യ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, ചൂട് കൂടിയ യുദ്ധങ്ങൾ, അങ്ങനെയുള്ള മേഖലകൾ. രണ്ടാമത്തെ ഗ്രഹമാണ് ബുധൻ. അതും 5 മാർക്കിൽ അതെന്തുകൊണ്ടാ? ലഭിക്കുമെന്ന് ഉറപ്പുള്ള ഭൂമിയുടെ രീതിയിൽ തൊട്ടടുത്ത് ഡിഗ്രി കിടക്കുന്ന, പാസ്സായിട്ട് ODF അല്ല, പാസ്സായിട്ട് സൂര്യന്റെ PhD തൊട്ടടുത്ത് കിടക്കല്ലേ അത് ബുധൻ? വന്നു. അപ്പോ അഞ്ചും അഞ്ചും ഏറ്റവും 10 കൂടുതൽ മാർക്ക് ചൂട് നമ്മൾ വരേണ്ട കളക്ട് ഗ്രഹം ചെയ്തു. ഏതാണ്? ആ ബുധനാണ്. പഠിക്കാനായിട്ട് നിങ്ങൾക്ക് എന്നാൽ എന്ത് അങ്ങനെയല്ല, സഹായിക്കുന്നത് 3 ചൂട് ദിവസമാണ്. കൂടിയ രണ്ടാമത്തെ ആ ഗ്രഹമാണ് തന്ന ബുധൻ. കാര്യങ്ങൾ അപ്പൊ പഠിക്കാൻ വേണ്ടി ആർക്കാണ് ചൂട് പരമാവധി നിങ്ങൾ കൂടുതൽ? ഉപയോഗിക്കുന്നത് നമുക്ക് എത്ര നോക്കാം. ദിവസം വേണ്ടിയിരിക്കും? ഒരു അതേപോലെ തന്നെ 6 മണിക്കൂർ മതി ഉപഗ്രഹങ്ങളില്ല. ആ തന്ന കാര്യങ്ങൾ പഠിക്കാൻ. ഭരണഘടനയെ ഉപഗ്രഹങ്ങളില്ലാത്ത സംബന്ധിച്ചാണെങ്കിൽ 6 മണിക്കൂർ മതി. ഗ്രഹമാണ് ബുധൻ. എക്കണോമിക്സിനെ സംബന്ധിച്ചാണെങ്കിലും 6 മണിക്കൂർ മതി. ഉപഗ്രഹങ്ങളില്ലാത്ത വേറൊരു ഗ്രഹം പക്ഷെ കൂടിയുണ്ട്, നമുക്കുള്ളത് നമുക്കത് 3 പഠിക്കാം. ദിവസങ്ങളാണ്, 72 മണിക്കൂർ. അപ്പൊ 72 പിന്നെന്തൊക്കെയാണ്? മണിക്കൂറിൽ കുറഞ്ഞതൊരു 10 മണിക്കൂറെങ്കിലും നീക്കി ഇരുമ്പടങ്ങിയ വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് അകക്കാമ്പും പരീക്ഷ കനം മാറാനായിട്ട് കുറഞ്ഞ സാധ്യതയാണ്. പുറംപാളിയുമുള്ള നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. ഗ്രഹമാണ് ബുധൻ. ഇപ്പൊ നമ്മൾ 9ാമത്തെ ദിവസം എത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞൊരു മേഖലയാണ്. ആ മേഖലയിൽ 5 മാർക്കിന്റെ ടോപ്പിക്ക് ആദ്യമായിട്ട് ബുധനെ നിരീക്ഷിച്ച ബഹിരാകാശ പേടകമാണ് മറീനർ 10. 9 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ 1973 നാസ അയച്ച പേടകമാണ് ഏത്? മറീനർ 10, കറണ്ട് അഫയേഴ്സ്. മറീനർ 10 എന്ന് ഇന്ന് പറയുന്നത്. ജൂലൈ മാസത്തെ രണ്ടാമതായിട്ട് ബുധനെ നിരീക്ഷിച്ച ബഹിരാകാശ ജൂലൈ, പേടകമാണ് ഓഗസ്റ്റ്, സെപ്റ്റംബർ, മെസ്സഞ്ചർ. ഒക്ടോബർ, നവംബർ 5 നാസ മാസത്തെ അയച്ച കറണ്ട് അഫയേഴ്സ് മെസ്സഞ്ചർ. തന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ബുധനെ പറ്റിയിട്ടുള്ളത്. ഇതൊക്കെയാണ്. എന്തായാലും സൂര്യന്റെ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് ലഭിക്കുന്നതാണ്. കിടക്കുന്ന പിന്നെയോ ഗ്രഹമാണ്. കണക്ക് നമുക്കുണ്ട്. വർഷങ്ങൾക്ക് 20 ദൈർഘ്യം കണക്ക് കുറവാണ്. അപ്പൊ കണക്കിന്റെ ഭ്രമണം മേഖലയിൽ 59 പ്രതീക്ഷിക്കപ്പെടുന്ന ചോദ്യങ്ങൾ ടോപ്പിക് വൈസിൽ 59 ദിവസവും, ഭ്രമണകാലം 59 ദിവസവും, സംഖ്യകൾ പരിക്രമണം അല്ലെങ്കിൽ സൂര്യനെ ചുറ്റാനായിട്ട് അതിലും കുറവ് ദിവസങ്ങളും, അതിലും കുറവല്ല, 88 ദിവസം, അല്ലെ? 88 ദിവസങ്ങളുമുള്ള ഗ്രഹമാണ് ബുധൻ. അങ്ങനെ 3 സെഗ്മെന്റുകളായി. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെയാണ്, അല്ലെ, പരിക്രമണം പൂർത്തിയാക്കുന്നത്. നമ്മുടെ ഭൂമിയൊക്കെ നമുക്കറിയാലോ, 365 ദിവസമൊക്കെ എടുക്കും, അല്ലെ? 365 അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പരിക്രമണം പൂർത്തിയാക്കുന്ന ഗ്രഹമാണ് ബുധൻ എന്ന് പറയാം. അപ്പൊ ബുധനെ പറ്റിയിട്ട് ആദ്യമായിട്ട് നിരീക്ഷിച്ച പേടകം ഏതാണ്? മറീനർ 10. രണ്ടാമത് മെസ്സഞ്ചർ. ഒക്കെ M വെച്ചിട്ട് തന്നെയാണ്. മറീനർ, മെസ്സഞ്ചർ. മെർക്കുറി അല്ലേ? അപ്പൊ രണ്ടും നിരീക്ഷിച്ചത് M വെച്ചിട്ട് തന്നെയാണ്. മറീനർ 10, മെസ്സഞ്ചർ. കവർ ചെയ്ത മേഖലയുണ്ടല്ലോ, ആ മേഖലയിലുള്ള റിവിഷൻ നടത്താൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുക. കാര്യം സൂര്യന്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന അന്തർഗ്രഹങ്ങളിൽ പ്രധാനിയായിട്ടുള്ള ഗ്രഹത്തെ പറ്റിയാണ് നമ്മളിപ്പോൾ കണ്ടത്. അടുത്തതാണ് ആര്? ശുക്രൻ. സൂര്യനോട് രണ്ടാമത് അടുത്ത് കിടക്കുന്ന ആളാണ് ശുക്രൻ. ഫെബ്രുവരി 4 വരെയുള്ള ദിവസമാണ്. ശുക്രനും എവിടെയാണ് വരുന്നത്? അന്തർഗ്രഹങ്ങളിൽ തന്നെയാണ് വരുന്നത്. അല്ലെങ്കിൽ ഭൗമഗ്രഹങ്ങളിൽ പെടുന്ന ആളാണ് ആര്? ശുക്രൻ. ശുക്രൻ നമുക്ക് എന്ത് പറയാം? ഭൂമിയുടെ ഇരട്ടയാണെന്ന് പറയാം. എന്തുകൊണ്ടാ? ഏകദേശം ഭൂമിയുടെ അതേ വലിപ്പം തന്നെയാണുള്ളത്. അതുകൊണ്ട് ഭൂമിയുടെ ഇരട്ടയാണെന്ന് പറയാം ശുക്രനെ. പിന്നെ നമുക്ക് എന്തൊക്കെ പറയാം? പ്രഭാത നക്ഷത്രം എന്ന് വിളിക്കും, സന്ധ്യാനക്ഷത്രം എന്ന് വിളിക്കും, അല്ലെങ്കിൽ പ്രദോഷ നക്ഷത്രം എന്ന് വിളിക്കും. അതൊക്കെ ആരാണ്? ശുക്രൻ തന്നെയാണ്. എന്തുകൊണ്ടത് പ്രഭാത നക്ഷത്രം എന്ന് പറയുന്നത്? രാവിലെ സൂര്യൻ ഉദിക്കുന്നതിനൊക്കെ മുൻപായിട്ട് നമ്മുടെ കിഴക്ക് ഭാഗത്ത് തിളക്കമുള്ള ഒരു ഗ്രഹമുണ്ട്, അതാണ് ശുക്രൻ. നോക്കിയാൽ കാണാം, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായിട്ടൊരു തിളക്കം. അതേപോലെ തന്നെ പ്രദോഷ സമയത്ത് അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം പടിഞ്ഞാറ് കാണാം ചെറിയൊരു തിളക്കം. അതും ശുക്രൻ തന്നെയാണ്. നമുക്ക് എന്ത് പറയാം? പ്രഭാത നക്ഷത്രം എന്നും സന്ധ്യാനക്ഷത്രം എന്നും ഭൂമിയുടെ ഇരട്ട അല്ലെങ്കിൽ ഭൂമിയുടെ സഹോദര ഗ്രഹം ഒക്കെ അറിയപ്പെടുന്ന ആരാണ്? ശുക്രൻ തന്നെയാണ്. സൂര്യന്റെ അരുമ, ലൂസിഫർ ഒക്കെ അറിയപ്പെടുന്നത് ശുക്രനാണ്. അതേപോലെ തന്നെ ബുധനെ പോലെ തന്നെ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹമാണ് ശുക്രൻ. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം തന്നെയാണ് ശുക്രനും. പിന്നെ എന്താണ്? ഏറ്റവും കൂടുതൽ ചൂടുള്ള ഗ്രഹമാണ്
ആ നല്ല നേരത്തെ കാര്യം പറഞ്ഞ പോയിന്റ് ഒരു അല്ലേ? ചെയ്യുന്നത് ചൂട് കൂടിയ നിങ്ങളെ രണ്ടാമത്തെ സംബന്ധിച്ച ഗ്രഹം ദിവസങ്ങളിൽ ബുധൻ എന്ന് നിങ്ങൾക്ക് പറഞ്ഞു. അത് മോശമാക്കാനൊക്കെ ആൾക്കാർ എന്തുകൊണ്ടാണ് ശ്രമിക്കും. സൂര്യന്റെ അപ്പൊ ഏറ്റവും നമ്മള് അടുത്തുള്ള കൃത്യമായി ബുധനേക്കാൾ പറഞ്ഞാൽ നമ്മളുടെ ആ ചൂട് ഓരോ ദിവസവും ശുക്രന് കൂടാൻ പറയുകയാണെങ്കിൽ കാരണം? കൃത്യമായിട്ട് നിങ്ങൾക്ക് കാരണം തരുന്നത് ഓരോ 98% അല്ലെ, ഓരോ ശുക്രനിൽ ദിവസവും എന്താണ്? എന്താണ് നിങ്ങൾ ഹരിതഗ്രഹവാതകമായ പഠിക്കേണ്ടത് കാർബൺ ഡൈ എന്ന് ഓക്സൈഡ് കൃത്യമായിട്ട് പറഞ്ഞിട്ട് നിറഞ്ഞിരിക്കുകയാണ്. അതിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കാർബൺ ഡൈ കണ്ടതാണ്. ഓക്സൈഡ് നിങ്ങൾ കൂടുതലുള്ള അന്നേ കാരണമാണ് ദിവസം വേറെ സ്ഥലത്ത് ശുക്രനിൽ വേറെ ക്ലാസ് എന്തുള്ളത്? നടക്കുന്നുണ്ട് എന്നൊക്കെ ചൂട് പറഞ്ഞപ്പോൾ കൂടുതലുള്ളത്. നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് ക്ലാസ് നടക്കുന്ന ഗ്രൂപ്പിൽ ഇത് പഠിക്കാൻ സൂര്യപ്രകാശത്തെ വേണ്ടി ഏറ്റവും ചോദിക്കുന്ന ചില ആളുകൾ പ്രതിഫലിപ്പിക്കുന്ന വന്ന് ഗ്രഹമാണ്. നിങ്ങൾക്ക് മെസ്സേജുകൾ അതുകൊണ്ടാണ് ഇടുന്നുണ്ട്, ചൂട്. ഇന്ന ക്ലാസ്സുകൾ അതുകൊണ്ട് നടക്കുന്നുണ്ട്. അതായത് ചൂടുണ്ടെന്ന് നമ്മൾ ഇവിടെ ഫോക്കസ് മനസ്സിലാക്കാം. ചെയ്ത് പോകുന്നത് സൂര്യപ്രകാശത്തെ ആ ഫോക്കസ് ഏറ്റവും നിങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ഗ്രഹമാണ്. പിന്തുടരേണ്ട. അങ്ങനെ പിന്തുടർന്നതിന് പിന്നൊരു ചിലപ്പോൾ നിങ്ങൾ പ്രത്യേകത എന്താണ്? വേറെ ചിന്തയായിരിക്കും കാര്യം. അതുകൊണ്ടാണ് അവിയൽ ദിവസത്തിന് വേവിക്കുകയാണല്ല, വർഷത്തേക്കാൾ നല്ല ദൈർഘ്യമുള്ള ഗ്രഹമാണ്. വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയും. അതിങ്ങനെ ഓർത്താൽ മതി. നല്ല നമ്മളെല്ലാവരും ചൂടാണെങ്കിൽ കിട്ടുന്നതിന് നമുക്ക് സമയം ടാർഗറ്റ് പോകില്ല ഉള്ള അല്ലെ? ആൾക്കാരായതുകൊണ്ട് അപ്പൊ ദിവസത്തിന് എവിടെ എന്ത് കിടക്കുന്നു വർഷത്തേക്കാൾ അങ്ങോട്ട് പോകുന്നു. ദൈർഘ്യമുള്ള അപ്പൊ ഗ്രഹമാണ് നിങ്ങളുടെ സമയം പോകുന്നറിയാം. ശുക്രൻ. നിങ്ങളുടെ ടാർഗറ്റിൽ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ച് പോകുന്നറിയാം. അപ്പൊ അങ്ങനെ നിങ്ങൾ വ്യതിചലിപ്പിക്കാനൊക്കെ ആയിട്ട് എന്ത് ചെയ്യും? പിന്നെന്താണ്? ഭ്രമണം വിപരീത ദിശയിലാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ നോക്കുക, ഭ്രമണം മനസ്സിലാക്കുക. വരുന്നത് വിപരീത നമ്മളെ ദിശയിലാണ്. കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം, പിന്നെ നമ്മൾക്ക് നിങ്ങൾ ഭാഗത്തിലൊന്നും ഭാഗം ഭ്രമണം സ്വന്തം തളർന്നിരിക്കും. അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്നത് 9 243 ദിവസം കൊണ്ട് ദിവസമാണെന്ന് ഭാഗത്തിലൊന്നും ഭാഗം നിങ്ങൾക്ക് കാണാം. നാളെ 10ാമത്തെ ദിവസം പരിക്രമണം ചെയ്യുന്നതോ ഇതുവരെ നമ്മൾ കവർ ചെയ്ത ആ 224. മേഖലയിലൂടെ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു റിവിഷൻ ദിവസത്തിന് നടത്തുകയാണ്. വർഷത്തേക്കാൾ അപ്പോൾ ദൈർഘ്യം നിങ്ങൾക്ക് തോന്നും. ഇതിൽ നിന്ന് ഇന്ന ചോദ്യം വരാൻ ചാൻസ് പരിക്രമണത്തേക്കാൾ സമയം കൂടുതലാണ് ഭ്രമണത്തിന്. ഇതേപോലെ നിങ്ങളെ പോലെ പിന്നെന്താണ്? വീനസ് ആണ് അല്ലെ? ശുക്രൻ. വീനസ് ആരാണ്? റോമാക്കാരുടെ പ്രണയ ദേവതയുടെ പേരാണ് വീനസ്. ആ പേരാണ് ആർക്ക് കൊടുത്തിരിക്കുന്നത്? ശുക്രന് കൊടുത്തിരിക്കുന്നത്. നയത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുക. ഞങ്ങളുടെ നയം അത് തന്നെയാണ്. അപ്പൊ അവിടെ വിശാലമായിട്ടുള്ള പീഠഭൂമി ഉണ്ട്. എന്താണ്? ലക്ഷ്മി പ്ലാനം എന്നറിയപ്പെടുന്നു. ലക്ഷ്മി പ്ലാനം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾ. പിന്നെ ശുക്രന് വേറൊരു പേരുണ്ട് കേട്ടോ. എന്താണ്? കൊമ്പുള്ള ഗ്രഹം എന്നറിയപ്പെടുന്ന ആരാണ്? ശുക്രനല്ലേ? ഗ്രഹണ സമയത്തൊക്കെ മറ്റ് ഗ്രഹങ്ങൾ ശുക്രനെ മറയ്ക്കും. ആ സമയത്ത് കൊമ്പ് പോലെ കാണപ്പെടും. അതുകൊണ്ട് നമ്മൾ ശുക്രനെ എന്തും പറയും? കൊമ്പുള്ള ഗ്രഹം എന്ന് അറിയപ്പെടും ശുക്രൻ കേട്ടോ. അപ്പൊ അവിടത്തെ പീഠഭൂമിയാണ് ഏത്? ലക്ഷ്മി പ്ലാനം. അതേപോലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു കൊടുമുടി ഉണ്ട് അവിടെ. ആരാണ്? മാക്സ്വെൽ മോൺസ്. മാക്സ്വെൽ മോൺസ് എന്ന് പറയുന്ന ഒരു കൊടുമുടിയും അവിടെയുണ്ട്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുകയും ചെയ്യും, ജോലി നേടുകയും ചെയ്യും. അതാണ് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ കമന്റുകൾ. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? ജോലിക്ക് പോയി പഠിക്കുന്നു, വൈകുന്നേരം 8 മണിക്ക്. പിന്നെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ശുക്രൻ. എന്താണ്? ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹമാണ് ഇത് ശുക്രൻ. എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നൊരു ഭാഗം നമ്മൾ കണ്ടു അല്ലെ? എങ്ങനെയാണ് ഓർഡർ പോകുന്നത്? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. ആ ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം എന്ന് പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ. ശുക്രനാണോ ചൊവ്വയാണോ? അപ്പൊ അത് ഓർത്ത് വെക്കുക. ഭൂമിയേക്കാൾ മുൻപുള്ള ശുക്രൻ തന്നെയാണ് ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്നത് എന്ന് ഓർത്ത് വെക്കുക. അടുത്തതാണ് നമ്മുടെ ഗ്രഹം. ഏത്? ജലഗ്രഹം അല്ലെങ്കിൽ നീലഗ്രഹം എന്നൊക്കെ അറിയപ്പെടുന്ന. എന്തുകൊണ്ടാണ്? സമുദ്രങ്ങളൊക്കെ ധാരാളം ഉള്ളതുകൊണ്ടാണ് അല്ലെ? നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ആര്? ഭൂമി. അതിനൊരു ലാറ്റിൻ പേരുണ്ട്. എന്താണ്? ടെറ. ലാറ്റിൻ പേരെന്താണ്? ടെറ എന്നാണ്. പക്ഷെ ഇതിന് റോമാക്കാരുടെ പേരൊന്നും കൊടുത്തിട്ടില്ല. വീനസിനും മെർക്കുറിക്കൊക്കെ ഉള്ള പോലെ റോമാക്കാരുടെ പേരൊന്നും ആർക്കില്ല? നമ്മുടെ ഭൂമിക്കില്ല. അതേപോലെ തന്നെ അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ് ആര്? ഭൂമി. അത് ഓർത്തിരിക്കാം. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്ന് പറയുമ്പോ ഈ അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഭൂമിയാണ്. വലുപ്പത്തിൽ 5ാം സ്ഥാനം. ടോട്ടൽ എല്ലാ ഗ്രഹങ്ങളും 8 ഗ്രഹങ്ങൾ എടുക്കുമ്പോൾ വലുപ്പത്തിൽ 5ാം സ്ഥാനം ഭൂമിക്കാണ്. പിന്നെ ഒരേ ഒരു ഉപഗ്രഹമേ ഉള്ളൂ അല്ലെ? ആരാണ് അവര്? ചന്ദ്രനാണ്. ചന്ദ്രനിൽ നോക്കുമ്പോൾ ആകാശം കറുത്ത കളറിൽ കാണുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഭൂമിക്ക് ഒരേ ഒരു ഉപഗ്രഹം മാത്രമേ ഉള്ളൂ. അതാണ് ചന്ദ്രൻ. പിന്നെന്താണ്? ഏറ്റവും ഡെൻസിറ്റി കൂടിയ ഗ്രഹമാണ് ഭൂമി എന്ന് പറയുന്നത്. ഭൂമി ഒരു തവണ സൂര്യനെ പ്രദക്ഷിണം ചെയ്യാൻ എത്ര സമയം എടുക്കും? 1 വർഷം അല്ലെ? 1 വർഷം എന്നാണ് നമ്മൾ പറയാ.
ഈ പറയുന്ന കടകൾ ഇങ്ങനെ നിരന്ന് അതേപോലെ തന്നെ കടകൾ കാണുമ്പോൾ നമുക്ക് ചന്ദ്രന് നമ്മൾ ഒരു കടയിൽ തവണ ഭൂമിയെ ഈ ചുറ്റാൻ എത്ര കടയ്ക്കകത്ത് സമയം വേണം? കയറുമ്പോൾ കടയ്ക്കകത്തിരിക്കുന്ന ചന്ദ്രന്, സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ, ഭൂമിയെ നമുക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്രൻ വാങ്ങിച്ചാൽ അല്ലേ? മതി. അതേപോലെ ഒരു അപ്പൊ ഒരു യൂട്യൂബിലെ തവണ ക്ലാസ് ചന്ദ്രൻ ഭൂമിയെ കണ്ടുപിടിക്കാതെ ചുറ്റാൻ എത്ര സമയം എന്താണ് വേണം? നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ധാരാളം 27.5 പുറത്തു ഭൗമദിനങ്ങൾ വരാൻ വേണം. ആ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് 27.5 മനസ്സിലാക്കിയിട്ട് ഭൗമദിനങ്ങളാണ് ചന്ദ്രന് ഭൂമിയെ ചുറ്റാൻ വേണ്ടത്. അപ്പൊ ഒരു വർഷം എത്ര പ്രാവശ്യം ചുറ്റും? 13 തവണ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നു. വർഷത്തില് 13 തവണ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നുണ്ട്. പിന്നെ ഭ്രമണത്തിനുള്ള സമയം എത്രയാണ് നമുക്കറിയാം അല്ലെ? 24 മണിക്കൂർ അല്ലെങ്കിൽ 23 മണിക്കൂറും 56 മിനിറ്റും 4 സെക്കൻഡുമാണ് എടുക്കുന്നത്. ഇതിന് ഭ്രമണം പൂർത്തിയാക്കാൻ. ഭ്രമണം എന്ന് പറയുന്നത് എന്താണ്? സ്വന്തം അച്ചുതണ്ടില് കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഭ്രമണം എന്ന് പറയുന്നത് അല്ലെ? പിന്നെ ഭൂമിയുടെ ഏറ്റവും അടുത്ത ഗ്രഹം ഏതാണ്? പഠിച്ചു, ശുക്രനാണ്. ഭൂമിയുടെ സമാന വലിപ്പമുള്ള ഗ്രഹം ഏതാണ്? ശുക്രനാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ഏതാണ്? ചന്ദ്രനാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്ത നക്ഷത്രം ഏതാണ്? സൂര്യനാണ്. അപ്പൊ നമ്മള് പഠിച്ചു കഴിഞ്ഞു. ഇതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യമുണ്ട്. LDCയുടെ പരീക്ഷ അടുത്ത ആളാണ് ആര്? ചൊവ്വ. അതും ആരാണ്? അന്തർഗ്രഹങ്ങളിൽ പെടുന്ന ആളാണ്. ഭൗമഗ്രഹങ്ങളിൽ പെടുന്ന ആളാണ് ആര്? ചൊവ്വ എന്ന് പറയുന്നത്. ഈ അന്തർഗ്രഹങ്ങൾ ആരൊക്കെയുണ്ട്? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. അതിലേറ്റവും വലിയ ആളാരാണ്? ഭൂമി. അന്തർഗ്രഹങ്ങളിലെ അവസാനത്തെ ആളാരാണ്? ചൊവ്വ. ചൊവ്വയെ പറ്റി പറയുകയാണെങ്കിൽ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നു, ഫോസിൽ ഗ്രഹം എന്നറിയപ്പെടുന്നു, തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നു. എന്തുകൊണ്ടാണത്? അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യം കൊണ്ടാണ് ചൊവ്വയെ ചുവന്ന ഗ്രഹമെന്നും ഫോസിൽ ഗ്രഹമെന്നും തുരുമ്പിച്ച ഗ്രഹമെന്നും ഒക്കെ അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? അയൺ ഓക്സൈഡ് ഉള്ളത് കൊണ്ടാണ്. റോമാക്കാരുടെ യുദ്ധദേവനായിട്ടുള്ള മാർസിന്റെ പേരാണ് ആർക്ക് കൊടുത്തത്? ചൊവ്വയ്ക്ക്. യുദ്ധദേവനാണ്. ഭൂമിയുടെ പോലെ തന്നെ ഋതുഭേദങ്ങളൊക്കെ അനുഭവപ്പെടുന്ന ഗ്രഹമാണ് ചൊവ്വ. ഭ്രമണവും ഏകദേശം ഭൂമിയുടെ പോലെ തന്നെയാണ്. 24.5 മണിക്കൂർ കൊണ്ടാണ് ഭ്രമണം പൂർത്തിയാക്കുന്നത് ചൊവ്വ. പിന്നെന്താണ് പ്രത്യേകത? ചൊവ്വയ്ക്ക് 2 ഉപഗ്രഹങ്ങളുണ്ട്, ഫോബോസും ഡീമോസും. ഏതൊക്കെയാണ്? 2 ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാണ് ചൊവ്വ, ഫോബോസ് ആൻഡ് ഡീമോസ്. അതിൽ ഏറ്റവും വലുതാരാണ്? ഫോബോസ് ആണ്. കറുത്ത ചന്ദ്രൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് ആര്? ഫോബോസ്. അതേപോലെ തന്നെ സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹമാണ് ഈ ഡീമോസ് എന്ന് പറയുന്നത്. അതെവിടെയാണ്? ചൊവ്വയിലാണ് അല്ലെ? സൗരയൂഥത്തിലെ ഏറ്റവും ഉയർന്ന നമ്മള് ഒരു സജീവ അഗ്നിപർവ്വതം അല്ലെങ്കിൽ ഒരു കൊടുമുടി ഉണ്ട്. ആരാണ്? ഒളിമ്പസ് മോൺസ്. സജീവ അഗ്നിപർവ്വതമായിട്ടുള്ള ഒളിമ്പസ് മോൺസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചൊവ്വയിലാണ്. അതേപോലെ തന്നെ ചൊവ്വയില് ജീവന്റെ അംശം തേടി അമേരിക്ക അയച്ച പേടകമാണ് ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്. അമേരിക്കയുടെ പേടകമാണിത്, ക്യൂരിയോസിറ്റി. ചൊവ്വയിൽ ജീവൻ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ആരയച്ചതാണ്? അമേരിക്ക അയച്ച പേടകമാണ് ക്യൂരിയോസിറ്റി. ചൊവ്വ നിരീക്ഷണത്തിന് അമേരിക്ക അയച്ച പര്യവേഷണ കേന്ദ്രമാണ് ആര്? വൈക്കിംഗ്. അമേരിക്കയുടെ പര്യവേഷണ കേന്ദ്രമാണ് വൈക്കിംഗ്. പിന്നെ നാസ ഏതാണ് വിക്ഷേപിച്ചത്? ചൊവ്വയെ കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ആളാണ് ആര്? പാത്ത് ഫൈൻഡർ എന്ന് പറയുന്നത്. പാത്ത് ഫൈൻഡർ നാസയുടേതാണ്. പാത്ത് ഫൈൻഡർ കേട്ടോ. അപ്പൊ നമ്മൾ 4 അന്തർഗ്രഹങ്ങളെ പറ്റി പഠിച്ചു. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. അടുത്ത ആരൊക്കെയാണ്? വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. അവരെ എന്താണ് അറിയപ്പെടുക? ബാഹ്യഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നു. ജോവിയൻ പ്ലാനറ്റ്സ് എന്നറിയപ്പെടുന്നു. ആരൊക്കെയാണ്? വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. അവരാണ് ബാഹ്യഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ ബാഹ്യഗ്രഹങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആരൊക്കെയാണ്? വ്യാഴമാണ് ആദ്യം. വ്യാഴം
എന്താണ് വ്യാഴത്തിന്റെ പ്രത്യേകത? മെയിൻസ് പഠിച്ച് മാറ്റാനായിട്ട് ദ്രവ്യഗ്രഹം എന്നറിയപ്പെടുന്നു. ഭാരതീയ സങ്കല്പങ്ങളിൽ ബൃഹസ്പതി എന്നറിയപ്പെടുന്നു. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. വസ്തുക്കൾക്ക് ഏറ്റവും ഭാരം കൂടുതൽ അനുഭവപ്പെടുന്നതും എവിടെയാണ്? വ്യാഴത്തിലാണ്. എന്താണ് കാരണം? ഗുരുത്വാകർഷണം ഏറ്റവും കൂടുതൽ വ്യാഴത്തിലാണ്. ഭ്രമണവേഗത കൂടുതൽ വ്യാഴത്തിനാണ്. എന്താണ് പ്രത്യേകത? ഭ്രമണവേഗം സ്വന്താക്ഷത്തിൽ കറങ്ങാണ്. ഒരു കറക്കത്തിന് എത്ര വേണം? 10 മണിക്കൂറിൽ താഴെ മാത്രമേ സമയം വേണ്ടൂ. വെരി ഫാസ്റ്റ് ആണ് ആര്? വ്യാഴം. ഭ്രമണത്തിന് നല്ല വേഗതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ദിനരാത്ര ദൈർഘ്യം കുറഞ്ഞ ഗ്രഹമാണെന്ന് പറയാം. പക്ഷേ സൂര്യനെ വലം വെക്കാനോ? സൂര്യനെ വലം വെക്കാൻ ഏകദേശം 12 വർഷം വേണം. ഭ്രമണത്തിന് അധികം സമയമില്ല. 10 മണിക്കൂർ താഴെയുള്ളതില് സൂര്യനെ വലം വെക്കാൻ ഏകദേശം 12 മണിക്കൂർ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയും. എത്രയാണ്? 12 വർഷം. മണിക്കൂർ അല്ല, വർഷം. 12 വർഷത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയുന്നത്. പിന്നെ എന്തൊക്കെയാണ്? വലിയ ചുവന്ന പൊട്ടാണ് അല്ലെ സൗരയൂഥത്തിലെ വലിയ ഗ്രഹം. ഒരു വലിയ ചുവന്ന പൊട്ട് പോലെ കാണപ്പെടുന്നു. 100ഓളം ഉപഗ്രഹങ്ങൾ വ്യാഴത്തിനുണ്ട്. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ വ്യാഴത്തിലായിരുന്നു അല്ലെ ആദ്യം ഉണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന ഗ്രഹമായിരുന്നു വ്യാഴം. ഇപ്പൊ അങ്ങനെയല്ല, എന്നാലും 100ഓളം ഉപഗ്രഹങ്ങൾ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഉപഗ്രഹങ്ങളാണ് ആരൊക്കെ? ഗാനിമീഡ്, അയോ, കാലിസ്റ്റോ, യൂറോപ്പ ഒക്കെ അല്ലെ. ഇപ്പൊ നമ്മള് ഒരു പേരിട്ടല്ലോ. എന്തൊക്കെയാണ്? ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്ന് പേരിട്ടിരുന്നു. എന്തുകൊണ്ടാണ്? കണ്ടുപിടിച്ചത് ഗലീലിയോ ആയതുകൊണ്ട് തന്നെ. ഇതിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? ഗാനിമീഡ് ആണ്. സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗാനിമീഡ്. അതെവിടെയാണ്? ജൂപ്പിറ്ററിലാണുള്ളത്, വ്യാഴത്തിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹം ഏതായിരുന്നു? ഡീമോസ് ആയിരുന്നു. ചൊവ്വയിലായിരുന്നു. നമ്മൾ കണ്ടു അല്ലെ. ഇവിടെ ഗാനിമീഡ് ആണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ്. പിന്നെന്താണ്? വ്യാഴവും ഉപഗ്രഹങ്ങളും ഒക്കെ കൂടി അറിയപ്പെടുന്നത് എന്താണ്? മിനി സോളാർ സിസ്റ്റം, അല്ലെങ്കിൽ ചെറു സൗരയൂഥം എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? വ്യാഴവും ഉപഗ്രഹങ്ങളൊക്കെ കൂടിയിട്ട്. വ്യാഴം ഒരു വലിയ ഗ്രഹമാണ് അല്ലെ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. അതേപോലെ തന്നെ 100ലധികം ഉപഗ്രഹങ്ങളും വ്യാഴത്തിനുണ്ട്. അപ്പൊ ഇവരൊക്കെ കൂടി നമ്മൾ എന്ത് പറയും? മിനി സോളാർ സിസ്റ്റം എന്ന് പറയും. ചെറു സൗരയൂഥം. നമ്മൾ ഈ ടാപ്പ് തുറന്നു കഴിയുമ്പോൾ ടാപ്പിലൂടെ നമുക്ക് ലഭിക്കുന്ന ജലം എന്ന് പറയുന്നത് വ്യാഴത്തെ പറ്റിയാണ് പഠിച്ചത് അല്ലെ. എന്ത് പറയാം? ബാഹ്യഗ്രഹങ്ങൾ അല്ലെ. അന്തർഗ്രഹങ്ങൾ കഴിഞ്ഞു. ബാഹ്യഗ്രഹങ്ങളിൽ പ്രധാനിയാണ് ആര്? വ്യാഴം. അടുത്ത ആളാരാണ്? ശനിയാണ്. ശനി. വ്യാഴം കഴിഞ്ഞാൽ ശനി. ഇതാണ് ശനിയുടെ പ്രത്യേകത. വലയത്തമ്പുരാൻ എന്നറിയപ്പെടുന്ന ആളാണ് അല്ലെ ശനി. വലയങ്ങളുള്ള ഗ്രഹമാണ്. വലുപ്പത്തിലോ? വലുപ്പത്തിൽ 2ാം സ്ഥാനമാണ് വ്യാഴം കഴിഞ്ഞാൽ ശനി. സൗരയൂഥത്തില് വലുപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള ഗ്രഹമാണ് ശനി. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹമാണ് ശനി. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനാകുന്ന ഗ്രഹമാണ് ശനി. ഗോൾഡൻ ജയന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് ആര്? ശനി. സാറ്റേൺ. നമ്മുടെ കുടുംബത്തിലുള്ളതാണ്, നമ്മുടെ പരമ്പരയിലും പാരമ്പര്യത്തിലൊക്കെ ഉള്ളതാണ്. പിന്നെ എന്തൊക്കെയുണ്ട് ശനിക്ക് പ്രത്യേകത? സൂപ്പർ വിൻഡ്, ഗ്രേറ്റ് വൈറ്റ് സ്പോട്ട്, ഡ്രാഗൺ സ്റ്റോം ഇതൊക്കെ കാണപ്പെടുന്നു. എവിടെയാണ്? സാറ്റേൺ, ശനിയിലാണ് കാണപ്പെടുന്നത്. ശനിയുടെ ഉപഗ്രഹങ്ങളുടെ പേര് നോക്ക്. ടൈറ്റൻ, പ്രോമിത്യൂസ്, അറ്റ്ലസ്, പാൻഡോറ, റിയ, തെത്തിസ്, ഹെലൻ. ഇതൊക്കെ നമ്മളുടെ ആരുടെയാണ്? ശനിയുടെ ഉപഗ്രഹങ്ങളാണ്. ഇതിലെ ടൈറ്റൻ ഒരു പ്രത്യേകതയുണ്ട്. ടൈറ്റൻ ഉപഗ്രഹമാണെന്ന് പറഞ്ഞു. ടൈറ്റന്റെ പ്രത്യേകത എന്താണ്? ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹമാണ് ടൈറ്റൻ. എന്തുകൊണ്ടാണ്? അന്തരീക്ഷമുള്ള ഒരേ ഒരു ഉപഗ്രഹമാണ് ടൈറ്റൻ. 100 മാർക്കിന്റെ 2 പരീക്ഷകൾ
അതേപോലെ തന്നെ ഗാനിമീഡ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ആര്? റൂറൽ ഡെവലപ്മെന്റ് ഒരു ടൈറ്റൻ എന്ന് പ്രധാനപ്പെട്ട പറയുന്നത്. ഘടകമായിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മൾ ടൈറ്റന് കുറച്ച് പ്രത്യേകതകളുണ്ട് LSDS അല്ലെ. എന്ന് പറഞ്ഞ ശനിയുടെ ലോക്കോസെഫിക് ഡെർമാ ഉപഗ്രഹമായിട്ടുള്ള സെക്രട്ടറി എന്ന് പറയുന്ന ടൈറ്റനാണ് ആള് ഭൂമിയുടെ അപരൻ സ്ഥിരീകരിക്കുന്നത് എന്നറിയപ്പെടുന്നത്. സെഗ്മെന്റുകൾ എങ്ങനെയാണ് പോകുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിനെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഭ്രമണവും പരിക്രമണവും നോക്കുകയാണെങ്കിൽ ഭ്രമണത്തിന് ആകെ 1.5 മണിക്കൂർ മതി ശനിക്ക്. സ്വന്തം അക്ഷത്തിൽ കറങ്ങാൻ 1.5 മണിക്കൂറേ വേണ്ടൂ. സൂര്യനെ ചുറ്റാനോ 29 വർഷങ്ങൾ വേണം. 29 വർഷങ്ങൾ ശനിക്ക് വേണം. അടുത്ത ബാഹ്യഗ്രഹമാണ് യുറാനസ്. ആരാണ്? യുറാനസ്. എന്താണ് പ്രത്യേകത? പച്ചഗ്രഹം, കിടക്കുന്ന ഗ്രഹം, ഉരുളുന്ന ഗ്രഹം എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് ആര്? യുറാനസ്. വലിപ്പത്തിൽ 3-ാം സ്ഥാനമുള്ള ആളാണ് യുറാനസ്. അവിടെ ധാരാളമായിട്ട് മീഥേൻ എന്ന വിഷവാതകം കാണപ്പെടുന്നു. അതുകൊണ്ടാണ് അതിന് പച്ച നിറമുള്ളത്. എന്താണ് കാണപ്പെടുന്നത്? മീഥേൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ചൊവ്വയില് അയൺ ഓക്സൈഡ് കാരണം ചുവന്ന കളർ ഉണ്ടെങ്കിൽ യുറാനസില് മീഥെയിൻ കാരണം പച്ചഗ്രഹമാണ്. അപ്പൊ ശുക്രനില് കാർബൺ ഡൈ ഓക്സൈഡ് കാരണം നല്ല ചൂടുമാണ് അല്ലെ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. യുറാനസിന് അറിയപ്പെടുന്നത് എന്താണ്? അരുണൻ. അരുണൻ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെന്താണ്? ധ്രുവ പ്രദേശങ്ങള് സൂര്യന് അഭിമുഖമായിട്ടുള്ള ഗ്രഹമാണ്. ടെലസ്കോപ്പിലൂടെ കണ്ടെത്തിയ ആദ്യ ഗ്രഹമാണ് യുറാനസ്. നേരത്തെ പറഞ്ഞു അല്ലെ. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനാകുന്ന ഗ്രഹമാണ് ശനി. അതേപോലെ തന്നെ ടെലിസ്കോപ്പിലൂടെ ആദ്യമായി കണ്ടെത്തിയ ഗ്രഹമാണ് യുറാനസ്. സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചിട്ട് കിഴക്ക് അസ്തമിക്കുന്ന ഗ്രഹമാണ് എവിടെ? യുറാനസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നേരെ ഓപ്പോസിറ്റ്. നമ്മളിവിടെയൊക്കെ സൂര്യൻ കിഴക്കാണ് ഉദിക്കുക അല്ലെ. സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചിട്ട് കിഴക്ക് അസ്തമിക്കുന്ന ഗ്രഹമാണ് യുറാനസ്. അതേപോലെ തന്നെ അവരുടെ ഉപഗ്രഹങ്ങൾ ആരൊക്കെയാണ് യുറാനസിന്റെ? കാലിബൻ, മിറാൻഡ, ഏരിയൻ, പ്രോസ്പെറോ, ജൂലിയറ്റ്, ടെസ്റ്റിമോണ. കേട്ടിട്ടുണ്ടോ അതൊക്കെ? ഷേക്സ്പിയറുടെ കഥാപാത്രങ്ങളാണ് ഇവരൊക്കെ അല്ലെ. ഈ ഉപഗ്രഹങ്ങളൊക്കെയാണ് ആരുടെ? യുറാനസിന്റെയും ഉപഗ്രഹങ്ങൾ. അതേപോലെ തന്നെ റീസെന്റ് ആയിട്ട് നാസയിലെ ശാസ്ത്രജ്ഞന്മാർ എന്ത് കണ്ടിട്ടുണ്ട്? യുറാനസിന്റെ ഉപഗ്രഹങ്ങളിൽ ഉപ്പ് സമുദ്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു കറണ്ട് അഫയർ ആണ്. നാസയിലെ സയന്റിസ്റ്റ് എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? യുറാനസിന്റെ ഉപഗ്രഹങ്ങളിൽ ഉപ്പ് സമുദ്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. യുറാനസിന്റെ പ്രത്യേകതയാണ്. ഷേക്സ്പീരിയൻ കഥാപാത്രങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാണ് യുറാനസ്. ധ്രുവപ്രദേശം സൂര്യൻ അഭിമുഖമായ ഗ്രഹമാണ് യുറാനസ്. ടെലിസ്കോപ്പിലൂടെ ആദ്യമായി കണ്ടെത്തിയ ഗ്രഹമാണ് യുറാനസ്. പച്ചഗ്രഹമെന്നും കിടക്കുന്ന ഗ്രഹമെന്നും ഉരുളുന്ന ഗ്രഹമെന്നും ഒക്കെ അറിയപ്പെടുന്ന വലുപ്പത്തിൽ 3-ാം സ്ഥാനത്തുള്ള അരുണൻ ആണ് ആര്? യുറാനസ്. ഇനി നമുക്ക് ആകെ ഒരേ ഒരു ഗ്രഹമേ ഉള്ളൂ താമസത്. ആരാണ്? വരുണൻ അല്ലെങ്കിൽ നെപ്റ്റ്യൂൺ. അരുണൻ യുറാനസ് ആണെങ്കിൽ വരുണൻ ആരാണ്? നെപ്റ്റ്യൂൺ ആണ്. യുറാനസ് നെപ്റ്റ്യൂൺ എന്ന് പറയുന്ന പോലെ തന്നെ അരുണൻ വരുണൻ. വരുണൻ ആരാണ്? നെപ്റ്റ്യൂൺ ആണ്. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ്. അറിയാലോ അല്ലെ. അതുകൊണ്ട് തന്നെ എന്താണ്? നല്ല തണുപ്പുള്ള ഗ്രഹമാണ്. ഐസ് ഭീമന്മാരെന്നൊക്കെ അറിയപ്പെടും. ആരെയാണ്? യുറാനസിന്റെ നെപ്റ്റ്യൂണൊക്കെ. സൂര്യനിൽ നിന്ന് കുറെ അകലെ ആയില്ലേ. അപ്പൊ നല്ല തണുപ്പാണ് നെപ്റ്റ്യൂണില് കേട്ടോ. പരിക്രമണം ഏറ്റവും കൂടുതൽ സമയം വേണ്ട ആളാണ് ആര്? നെപ്റ്റ്യൂൺ. അത്രയും ദൂരം ഉണ്ട് അല്ലെ. 165 വർഷം വേണം. പിന്നെ ഇവർക്കും റിങ്സ് ഉണ്ട് കേട്ടോ. നെപ്റ്റ്യൂണിനും റിംഗ് ഉണ്ട്. അവരുടെ റിങ്ങിന്റെ പേരാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ പേരുകളിൽ വലയങ്ങളുള്ള അല്ലെങ്കിൽ റിങ്ങുകളുള്ള ഗ്രഹമാണ്. ഏറ്റവും വേഗത്തിൽ കാറ്റ് വീശുന്ന ഗ്രഹമാണ്. ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് കാണപ്പെടുന്ന ഗ്രഹമാണ്.
അപ്പൊ ഇതൊക്കെയാണ് നെപ്റ്റ്യൂണിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ വരുണന്റെ പ്രത്യേകത. സൂര്യനിൽ ഏറ്റവും അകലെയുള്ള ബാഹ്യഗ്രഹമായിട്ടുള്ള നെപ്റ്റ്യൂൺ. റിങ്ങളുടെ പേരെന്തൊക്കെയാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ പേരുകളിൽ വലയങ്ങളുള്ള ഗ്രഹമാണ് ആര്? നെപ്റ്റ്യൂൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ബാഹ്യഗ്രഹങ്ങൾ കണ്ടതിൽ 4ലും ശരിക്കും വലയങ്ങളുണ്ട്. എന്നാൽ വ്യക്തമായിട്ടുള്ള വലയങ്ങൾ കാണപ്പെടുന്നത് നമ്മൾ നേരത്തെ കണ്ടു ആരാണ്? ശനിക്കാണ് വലയങ്ങൾ കൂടുതലുള്ളത്, അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള വലയങ്ങളോട് കൂടിയ വലയ തമ്പുരാനാണ് ആര്? ശനി എന്ന് പറയുന്നത്. അപ്പൊ ഗ്രഹങ്ങൾ, 8 ഗ്രഹങ്ങളെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുമുട്ടിയത്. ഗ്രഹങ്ങൾ കണ്ടു. ഗ്രഹങ്ങൾ മാത്രമേ ഉള്ളോ? അല്ല, ഉപഗ്രഹങ്ങളുണ്ട്. നമ്മൾ കണ്ടു, കുറെ ഉപഗ്രഹങ്ങളെയും കണ്ടു. അത് കൂടാതെ ഇനിയുണ്ട് കുറെ ആളുകള് സൗരയൂഥത്തില്. ആരൊക്കെയാണ്? ചിഹ്നഗ്രഹങ്ങളുണ്ട്, ഉൽക്കകളുണ്ട്, ധൂമകേതുക്കളുണ്ട്. അങ്ങനെ കുറെ ആൾക്കാർ വീണ്ടും ഉണ്ട് അവിടെ. ഗ്രഹങ്ങൾ തന്നെ ചില സമയത്ത് സ്വഭാവം മാറുമ്പോ എന്താവും? ക്ഷുദ്രഗ്രഹങ്ങളാവും അല്ലെ, കുള്ളൻ ഗ്രഹങ്ങളാവും അല്ലെ. ക്ഷുദ്രഗ്രഹം അല്ല, കുള്ളൻ ഗ്രഹമാവും, അല്ലെങ്കിൽ ഡോർഫ് പ്ലാനറ്റ് ആകും. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ചിഹ്നഗ്രഹങ്ങൾ നോക്കാം. എന്താണ് ചിഹ്നഗ്രഹം? ചിഹ്നഗ്രഹങ്ങളുടെ പ്രത്യേകത, അല്ലെങ്കിൽ ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് പറയാം. എന്താണ് പ്രത്യേകത? ഗ്രഹങ്ങളുടെ അത്ര വലിപ്പം വരുത്തില്ല, എന്നാൽ സാമാന്യം വലിപ്പമുള്ള ശിലകളെയാണ് നമ്മൾ ചിഹ്നഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഗ്രഹങ്ങളുടെ അത്ര വലിപ്പമില്ല, എന്നാൽ സാമാന്യം വലിപ്പമുള്ള ശിലകളെയാണ് ചിഹ്നഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ചിഹ്നഗ്രഹങ്ങൾ കാണപ്പെടുന്ന എവിടെയാണ്? ഇമ്പോർട്ടന്റ് ആണ്. ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഭ്രമണപഥങ്ങൾക്ക് ഇടയിലാണ് കാണുന്നത്. ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഭ്രമണപഥങ്ങൾക്ക് ഇടയിലാണ് കാണപ്പെടുന്നത്. ചൊവ്വയുടെയും വ്യാഴത്തിന്റെ ഇടയിലാണ്, ഓർക്കാം, അത് ചോദിക്കാം. മൈനർ പ്ലാനറ്റുകൾ എന്നറിയപ്പെടുന്നു, ഗ്രഹങ്ങളുടെ അന്ധകൻ എന്നറിയപ്പെടുന്നു. ജൂൺ 30 എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ പ്രത്യേകത? അന്താരാഷ്ട്ര ചിഹ്നഗ്രഹ ദിനമാണ് ജൂൺ 30. 1908 റഷ്യയില് ഒരു വലിയ ചിഹ്നഗ്രഹം വീണിട്ട് ഒരു അപകടം ഉണ്ടായ ഒരു ദിവസമാണ് ജൂൺ 30. ആ ദിവസം തന്നെയാണ് അന്താരാഷ്ട്ര ചിഹ്നഗ്രഹ ദിനമായിട്ട് ആചരിക്കുന്നത്. ഈ ചിഹ്നഗ്രഹങ്ങൾക്ക് ആ പേര് നൽകിയത് ആരാണ്? അല്ലെങ്കിൽ ക്ഷുദ്രഗ്രഹങ്ങൾ, ചിഹ്നഗ്രഹങ്ങൾ എന്ന പേര് നൽകിയത് വില്യം ഹെർഷൽ ആണ്. വില്യം ഹെർഷൽ ആണ് ചിഹ്നഗ്രഹങ്ങൾ എന്ന പേര് നൽകിയത്. അതേപോലെ തന്നെ ഏറ്റവും വലിയ ചിഹ്നഗ്രഹം ഏതാണ്? ഏറ്റവും വലിയ ചിഹ്നഗ്രഹമാണ് സൈറസ്. സൈറസ് ആണ് ഏറ്റവും വലിയ ചിഹ്നഗ്രഹം. നമ്മൾ നേരത്തെ സിറിയസ് എന്ന് പറഞ്ഞു അല്ലെ, അത് തിളക്കമുള്ള നക്ഷത്രമാണ് സിറിയസ്. അതേപോലെ സൈറസ് ആണ് ഏറ്റവും വലിയ ചിഹ്നഗ്രഹം. ചിഹ്നഗ്രഹത്തിൽ ഒരു പേടകം ഇറങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ട് ഇറങ്ങിയ പേടകം ഏതാണ്? നാസ വിക്ഷേപിച്ച പേടകമാണ്. ഏത്? നിയർ. നിയർ എന്ന് പറയുന്ന പേടകമാണ് ആദ്യമായിട്ട് ചിഹ്നഗ്രഹത്തിൽ ഇറങ്ങിയത്. ഈറോസ് എന്ന് പറഞ്ഞ ചിഹ്നഗ്രഹത്തിലാണ് അത് ഇറങ്ങിയത്. ഈറിസ് അല്ലെങ്കിൽ ഈറോസ് എന്ന് പറയാം. ഈറിസ് ശരിക്കും ഒരു ഗ്രഹമായിരുന്നു, ഗ്രഹപട്ടികയിലായിരുന്നു പെട്ടിരുന്നത്. പക്ഷെ പിന്നീട് അത് ചിഹ്നഗ്രഹമായിട്ട് മാറിയെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നാസയുടെ ഒരു ദൗത്യമാണ് ഏത്? ഡാർട്ട്. ചിഹ്നഗ്രഹങ്ങളുടെ ദിശ മാറ്റി കൂട്ടിമുട്ടുന്ന ഒഴിവാക്കാനുള്ള ദൗത്യമാണ് ഡാർട്ട് എന്ന് പറയുന്നത്. പിന്നെ 2023 നാസയുടെ തന്നെ ഒരു ദൗത്യം വേറെ വന്നു. ഏതാണ്? ഓസിറിസ് റെക്സ്. ലോകത്താദ്യമായ ഒരു ചിഹ്നഗ്രഹത്തിൽ നിന്നുള്ള സാമ്പിളുകൾ ഭൂമിയിൽ എത്തിച്ചു. ആ ദൗത്യം ചെയ്താരാണ്? നാസയുടെ ഓസിറിസ് റെക്സ് ആണ്. ഏത് ചിഹ്നഗ്രഹത്തിൽ നിന്നുള്ള സാമ്പിളാണ് എടുത്തത്? ബെന്നു എന്ന് പറയുന്ന ചിഹ്നഗ്രഹത്തിലെ സാമ്പിളാണ് എടുത്തത്.
അതേപോലെ തന്നെ 2023 ഒക്ടോബറിൽ നാസയുടെ വേറൊരു ദൗത്യം വന്നു. എന്താണ്? സൈക്കി. ഈ ദൗത്യം എന്താണ്? സൈക്കി 16 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിഹ്നഗ്രഹം ഉണ്ട്. അതിനെ പറ്റിയിട്ട് പഠിക്കാൻ വന്ന ദൗത്യമാണ് നാസയുടെ. സൈക്കി എന്നുള്ള പേര്, അതേ പേരിൽ തന്നെ വന്നു. സൈക്കി 16 ഒരു ചിഹ്നഗ്രഹമാണ്. അതിനെപ്പറ്റി പഠിക്കാൻ നാസ അയച്ച ദൗത്യമാണ് ഏത്? സൈക്കി. അപ്പൊ ചിഹ്നഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രഹങ്ങളുടെ അത്ര വലിപ്പമില്ലാത്ത സാമാന്യ വലിപ്പമുള്ള ശിലകളെയാണ്. ശിലകളാണ് കേട്ടോ ചിഹ്നഗ്രഹം അല്ലെങ്കിൽ ക്ഷുദ്രഗ്രഹം എന്ന് പറയുന്നത് ശിലകളെയാണ്. സൗരയൂഥത്തിൽ അപ്പൊ ശിലകളും ഉണ്ട് അല്ലേ? പിന്നെ ആരുണ്ട്? ഉൽക്കകളുണ്ട്. എന്താണ് ഉൽക്കകള്? നമ്മളുടെ ഗ്രഹങ്ങള്, ഉപഗ്രഹങ്ങള്, ധൂമകേതുക്കള്, ചിഹ്നഗ്രഹങ്ങളൊക്കെ നമ്മൾ കണ്ടു. അവരുടെയൊക്കെ അവശിഷ്ടങ്ങളെയാണ് ഉൽക്കകൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഗ്രഹങ്ങളുടെയും ഉപഗ്രഹങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങളെയാണ് നമ്മൾ ഉൽക്കകൾ എന്ന് പറയുന്നത്. ചിലപ്പോൾ വളരെ വേഗത്തില് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഇവർ വരാറുണ്ട്, ബഹിരാകാശത്ത് നിന്ന്. ആ സമയത്ത് വായുവുമായിട്ട് ഉരസുമ്പോൾ പെട്ടെന്ന് കത്തും ഇവര്. അതിനെയാണ് നമ്മള് ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൊള്ളിമീൻ എന്ന് പറയുന്നത്. ഈ ഉൽക്കകള് അല്ലെങ്കിൽ അവശിഷ്ടങ്ങള്, ഗ്രഹങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങള് പെട്ടെന്ന് വീഴുമ്പോൾ, ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ അന്തരീക്ഷത്തിലെ വായുവുമായിട്ട് ഉരസിയിട്ട് കത്തലുണ്ടാവുന്നു. അതിനെയാണ് കൊള്ളിമീൻ എന്ന് പറയുന്നത്. അത് തന്നെ കത്തി തീരാതെ ഭൂമിയിലേക്ക് കുറെ ഭാഗങ്ങൾ വീഴും. അതിന് നമ്മൾ എന്ത് പറയും? ഉൽക്കാശിലകൾ എന്ന് പറയുന്നു. കത്തിത്തീരാതെ ഭൂമിയിൽ വീഴുന്ന ഉൽക്കകളാണ് ഉൽക്കാശിലകൾ. ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങള്, ചിഹ്നഗ്രഹങ്ങള്, ഉൽക്കകള്, പിന്നെ ആരാണ്? ധൂമകേതുക്കൾ. സൗരയൂഥത്തിൽ നിന്ന് അകലെ രൂപം കൊള്ളുന്ന ഹിമപദാർത്ഥങ്ങൾ കൊണ്ട് രൂപം കൊള്ളുന്നവയാണവ. എന്താണ്? മഞ്ഞ് പദാർത്ഥങ്ങൾ, അല്ലെ ഹിമമാണത്, ഹിമകണം. ധൂമകേതുക്കൾ പൊടിയാന്ന് വിചാരിക്കും അല്ലെ? ഹിമമാണത് കേട്ടോ, ഹിമപദാർത്ഥമാണ്. ഇവരും എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യനെ ചുറ്റുന്നുണ്ട്. നമുക്കറിയാം എന്ത്? ഹാലിയുടെ വാൽ നക്ഷത്രം, ഹാലീസ് കോമറ്റ് കേട്ടിട്ടില്ലേ? 76 വർഷത്തിൽ ഒരിക്കൽ പ്രത്യക്ഷപ്പെടുന്ന, ലാസ്റ്റ് 1986 അത് പ്രത്യക്ഷപ്പെട്ടത്. അതൊക്കെ ഇതിൽ പെടുന്നതാണ്, ധൂമകേതുക്കളിൽ പെടുന്നതാണ് ഹാലിയുടെ വാൽ നക്ഷത്രം. വാൽ നക്ഷത്രം എന്ന് നമ്മൾ പറയും, പക്ഷെ അത് നക്ഷത്രമൊന്നും അല്ല. എന്താണ്? ഹിമകണമാണ്, അല്ലെങ്കിൽ മഞ്ഞ് കണമാണ്. അതിങ്ങനെ വന്നിട്ട് സൂര്യന്റെ അടുത്തെത്തുമ്പോ എന്ത് സംഭവിക്കും? മഞ്ഞല്ലേ, മഞ്ഞുരുകും ചൂട് കൊണ്ട് അല്ലെ? മഞ്ഞുരുകി എന്താവും? അത് വാതകങ്ങളായിട്ട് മാറുമ്പോൾ ഉണ്ടാവുന്ന തിളക്കം മൂലമാണ് അതിനൊരു വാലൊക്കെ ഉള്ള പോലെ നമുക്ക് തോന്നുന്നത്. ഈ വാല് എപ്പോഴും സൂര്യന്റെ നേരെ ഓപ്പോസിറ്റ് ദിശയിലായിരിക്കും നിൽക്കുക. അതൊരു പ്രത്യേകതയാണ്. പിന്നെയുള്ള ഒരു വാൽനക്ഷത്രമാണ് സ്വിഫ്റ്റ് ടട്ടിൽ. 2100 ഭൂമിയുമായിട്ട് കൂട്ടിയിടിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്ന ഒരു വാൽനക്ഷത്രമാണ് ആര്? സ്വിഫ്റ്റ് ടട്ടിൽ എന്ന് പറയുന്നത്. ഇതുപോലെ ഒരുപാട് ഇൻഫർമേഷൻസ് സൗരയൂഥവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. എന്തൊക്കെയാണ് കണ്ടത്? സൗരയൂഥത്തില് സൂര്യനെ നമ്മൾ കണ്ടു. സൂര്യൻ എന്താണ് പ്രത്യേകത? സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം. സൗരയൂഥം കണ്ടെത്തിയത് ശരിക്കും ആരാണ്? നിക്കോളാസ് കോപ്പർനിക്കസ് ആണെന്ന് പറഞ്ഞു. ആധുനിക ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവായ നിക്കോളാസ് കോപ്പർനിക്കസ് ആണ് സൗരയൂഥം കണ്ടെത്തിയത്. അദ്ദേഹം തന്നെയാണ് എന്ത് കണ്ടെത്തിയത്? ഹീലിയോസെൻട്രിക് തിയറി അല്ലെങ്കിൽ സൗരകേന്ദ്രവാദ സിദ്ധാന്തം അവതരിപ്പിച്ചത് പോളണ്ടുകാരനായ നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. ഇതനുസരിച്ച് അദ്ദേഹം എന്താണ് പറഞ്ഞത്? സൂര്യനാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം. ഓൺ ദ റെവല്യൂഷൻ ഓഫ് സെലസ്റ്റിയൽ ബോഡീസ് എന്ന അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതിയിൽ അദ്ദേഹം പറഞ്ഞു എന്ത്? സൂര്യനാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം. അതെ, സൂര്യൻ തന്നെയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം. അതിനെ തന്നെയാണ് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നമ്മൾ കണ്ടു. 8 ഗ്രഹങ്ങൾ കണ്ടല്ലേ? 8 ഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ നമ്മൾ കണ്ടു. കൂടാതെ എന്തൊക്കെയാണ് ഉള്ളത്? ചിഹ്നഗ്രഹങ്ങളുണ്ട്. ഗ്രഹങ്ങളുടെ അത്ര വലിപ്പമില്ലാത്ത സാമാന്യം വലിപ്പമുള്ള ശിലകളാണ് ചിഹ്നഗ്രഹങ്ങൾ എന്ന് നമ്മൾ കണ്ടു. ജൂൺ 30 നമ്മൾ അന്താരാഷ്ട്ര ചിഹ്നഗ്രഹ ദിനമായിട്ട് ആചരിക്കുന്നു എന്ന് കണ്ടു.
ചിഹ്നഗ്രഹത്തിൽ ഇറങ്ങിയ ആദ്യത്തെ പേടകമാരാണ്? നാസ വിക്ഷേപിച്ച നിയർ ആണ്. ഈറോസ് എന്ന ചിഹ്നഗ്രഹത്തിലാണ് ഇറങ്ങിയതെന്ന് കണ്ടു. പിന്നെ ആരാണ് വന്നത്? ഉൽക്കകളാണ്. ഗ്രഹങ്ങളുടെയും ഉപഗ്രഹങ്ങളുടെയും ധൂമകേതുക്കളുടെയും ചിഹ്നഗ്രഹങ്ങളുടെയും ഒക്കെ അവശിഷ്ടങ്ങളാണ് ഉൽക്കകൾ. അവർ വരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? വായുവുമായിട്ട് കത്തിയിട്ട് കൊള്ളിമീൻ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ സൗരയൂഥത്തിൽ നിന്ന് അകലെ രൂപം കൊള്ളുന്ന ഹിമപദാർത്ഥങ്ങളാണ് എന്ത്? ധൂമകേതുക്കൾ. ഈ ധൂമകേതുക്കളാണ് നമ്മൾ എന്ത് പറയുന്നു? വാൽ നക്ഷത്രം എന്ന് പറയും അല്ലേ? പക്ഷെ നക്ഷത്രമല്ല അവര് വന്ന് അവരുടെ മഞ്ഞൊക്കെ ഉരുകി വാതകമായിട്ട് മാറുന്ന തിളക്കം കൊണ്ടാണ് നമുക്ക് അതിനെ എന്തായിട്ട് തോന്നുന്നത്? വാൽ നക്ഷത്രമായിട്ട് അല്ലെങ്കിൽ വാലായിട്ടൊക്കെ തോന്നുന്നത്. ഇതുപോലെ എത്ര എത്ര സംഭവബഹുലമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന സ്ഥലമാണ് നമ്മുടെ സൗരയൂഥം. ഇനിയും ഇൻഫർമേഷൻസ് സയന്റിസ്റ്റുകൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോരോ കണ്ടുപിടുത്തങ്ങളിലൂടെ ഇതിലെ എത്രയോ ധാരാളം ഇൻഫർമേഷൻസ് ഇനിയും വരാൻ കിടക്കുന്നുണ്ട്. ഗ്രഹങ്ങൾ, ഗ്രഹങ്ങൾ ചിലപ്പോൾ ചിഹ്നഗ്രഹങ്ങളായിട്ട് മാറുന്നു, ഗ്രഹങ്ങൾ ഡ്വാർഫ് പ്ലാനറ്റുകളായിട്ട് മാറുന്നു. അങ്ങനെ പല പല കാര്യങ്ങൾ നടക്കുന്ന നമ്മുടെ സൗരയൂഥത്തിന്റെ ചെറിയ ക്ലാസ് ആണെന്ന് കണ്ടത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും 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 റിപ്പീറ്റ് ആയിട്ട് കേൾക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാൻ സാധിക്കും. താങ്ക് യു. ഗുഡ് നൈറ്റ്.